അന്യന്റെ ഭർത്താക്കന്മാരെ ആഗ്രഹിക്കുന്നു. ഒരമ്മ എന്നുള്ള സ്ഥാനത്ത് ഞാൻ എന്നെ നോക്കുവാണെങ്കിൽ വെൻ ഐ ലുക്ക് ബാക്ക് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാനെന്ന അമ്മ അവിടെ പിടിച്ചവിടെ ഇരുത്തും, അവിടെ ഇടില്ല. എന്ത് കാര്യം? അപ്പൊ പിന്നെ കൊച്ചതല്ലേ കണ്ടു പഠിക്കുന്നു. അപ്പൊ അതാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള വലിയ വലിയ മാറ്റങ്ങളാണ്. ആൺപിള്ളേരും പെൺപിള്ളേരും അവിടെ നിന്ന് ഓരോന്ന് കാണിക്കുന്നതാണെന്ന് തിരിഞ്ഞ് നടന്നു പോകും. കാരണം പറയാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരടിക്കും, അല്ലെ കാരണവന്മാരും ഒന്നടിക്കും. റോട്ടിൽ ഞാൻ ഓടിച്ചില്ല, ഞാൻ നോക്കിയപ്പോ എനിക്ക് ആകെ ഒരു തലേ ഉള്ളൂ, അതില്ലാതെ പെട്ടി കിടന്ന. അപ്പൊ ഉണ്ടടാ തെറിയുടെ പൂരം. എന്റെ അമ്മോ തള്ള കൂതറ അയ്യോ എന്റെ പൊന്നെ. ലുലുമുള്ളൊക്കെ ചിലപ്പോ ആൺപിള്ളേർ ഇങ്ങനെ സെൽഫി, ആന്റി ഒരു സെൽഫി. ഞാൻ തെറി പറഞ്ഞ കൂട്ടത്തിൽ മോനുണ്ടായിരുന്നോന്നില്ല. അപ്പൊ ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. അപ്പൊ ഇന്ന് ഞാനുള്ളത് ആലുവയിലാണ്. ആരുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പേരുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു പേര് ഉറപ്പായിട്ടും പറയാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. ഇനി ഇവിടെ വരുന്നവരെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ആഗ്രഹിക്കുന്നില്ല. മിസ്സിസ് രാജ്നി ചാണ്ടി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. പക്ഷെ ഒരു മുത്തശ്ശി കഥയിലെ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയും. പക്ഷെ ഞാൻ പറഞ്ഞാലോ, ഞാൻ അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആ ഒരു ടൈറ്റിൽ ആരും മമ്മിയെ കാണണ്ട എന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. അതിപ്പോ ഞാൻ പറയുമ്പോൾ ഇത് എന്താണ് ഈ എന്നമ്മ ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ഒരു ഡിസിഷൻ ശരിയാണ്. നമ്മൾ ആ ഒരു ടൈറ്റിൽ ഒതുക്കി നിർത്തേണ്ട ആളല്ല. ടൈറ്റിലേ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റാത്ത അത്രയും വ്യക്തിത്വമാണെന്ന് മനസ്സിലാവും. കൂടുതൽ കഥ നിഷ്പിക്കുന്നില്ല. ഒത്തിരി സ്നേഹത്തോടെ മമ്മി എന്ന് വിളിക്കാൻ എനിക്ക് എന്താ പറയാ സ്നേഹത്തോടെ അനുവാദം തന്ന എന്റെ പ്രിയപ്പെട്ട മമ്മി, സന്തോഷം. അപ്പൊ മമ്മി കുറച്ച് കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന മമ്മിയുടെ വായിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സാധാരണ എന്താ പറയാ സ്ത്രീകൾ മമ്മിയുടെ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് അറിയുന്നത് ഇത്രയേ ഉള്ളൂ. മമ്മി തൊടുപുഴക്കാരിയാണ്. ഒരു അടുത്ത വർഷം ഞങ്ങള് കേരളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മിയുടെ പിറന്നാൾ 75ാമത്തെ പിറന്നാള് ആഘോഷിക്കുന്നത്. അപ്പൊ 74 വയസ്സായിട്ടും ശരിക്കും 74 എന്നുള്ളത് 47 എന്ന് പറഞ്ഞാൽ പോലും ഞാൻ അത്യാവശ്യം ഡൈ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ ഫുള്ള് ഹെന ഇട്ടിട്ടുണ്ട്. മമ്മി കണ്ണാടി വെച്ചിട്ടില്ല അല്ലെ? എനിക്ക് കണ്ണാടി വെക്കാതെ കണ്ണ് കാണത്തില്ല. എന്നാലും നോക്കാം, അത് തയ്ക്കുന്ന കാര്യം ഞാൻ പറയാം. പിന്നെ മമ്മിയുടെ പല്ല് എന്റെ പല്ല് മര്യാദക്കുള്ള ഒരൊറ്റ പല്ല് പോലും ഇല്ല. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇവിടെ രാവിലെ മുതലുള്ള എല്ലാ പണികളും ഓടി നടന്ന് ഒറ്റയ്ക്ക് മമ്മി ചെയ്യുന്നത് കണ്ടു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചുറ്റും 5-6 പേരുണ്ട്. എനിക്ക് 46 വയസ്സുണ്ട്, മമ്മിക്ക് 47 എന്ന് ഞാൻ പറഞ്ഞാൽ അതാണ് കറക്റ്റ്. കറക്റ്റ്. പിന്നെ ഫിസിക്കലി എന്നെക്കാളും ഫിറ്റും പെർഫെക്റ്റും സുന്ദരി ആരാണ്? മമ്മിയാണ്. അപ്പൊ ഫസ്റ്റ് ചോദ്യം അതാണ്. ഈ 74ാമത്തെ വയസ്സിലും 47-നേക്കാൾ ചെറുപ്പമായിട്ട് ശരീരം നിലനിർത്തുന്ന എങ്ങനെയാണ്? അതായത് ആരോഗ്യത്തിന്റെ വികസനം. മെയിൻലി ഞാൻ അങ്ങനെ ഭയങ്കര വലിയ ഈറ്റക്കാരിയല്ല, തീറ്റക്കാരിയല്ല. ഞാൻ എനിക്ക് 3 തരം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നുള്ളതേ ഉള്ളൂ. ഇടത്തീറ്റ ഇല്ല, വളരെ കുറവാണ്. ഇല്ല, അങ്ങനെ ഒരു കൊതിയില്ല. 4 മണിക്കൊരു ചായ, 4 മണിക്കൊരു ചായ കുടിക്കും എന്നുള്ളത്. പിന്നെ വല്ലപ്പോഴും ചിലപ്പോ ചാൻസിനോട് പറയാന്ന് വെച്ചാൽ എനിക്കൊരു ചായ ഉണ്ടാക്കി തരുമോ, വല്ല കുക്കിങ്ങിന്റെ സമയത്ത് ഹെവി കുക്കിംഗ് ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ ചാൻസ് ഒരു ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഉണ്ടാക്കി തരും. അങ്ങനെയല്ലാതെ ഞാന് വലിയ തീറ്റക്കാരിയല്ല. അതെനിക്ക് തോന്നുന്നു കൊച്ചിലെ തൊട്ട് അമ്മച്ചി പഠിപ്പിച്ചു തന്ന ശീലങ്ങളെല്ലാം ഒന്നും ആയിരിക്കാം. കാരണം അമ്മച്ചി തരുന്നത് നല്ല ഫുഡായിരിക്കും, പക്ഷെ കുറച്ചേ തരുള്ളൂ. ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അന്നത്തെ ജനറേഷൻ നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട്. 8 പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയിൽ നല്ലൊരു അതെന്ന് വെച്ചാൽ ഒരു എക്സ്പെൻസീവ് സംഗതിയാണ്. പക്ഷെ അപ്പൊ പുള്ളിയാണ് ഇച്ചിരി ഇതായിട്ടുണ്ട്. പുള്ളി നല്ല ഫുഡ് തരും, പക്ഷെ കുറച്ച് കഴിച്ചാൽ എല്ലാം കുറച്ച്. അപ്പൊ ആ ഒരു ഇത് നേച്ചർ കണ്ടിന്യൂ ചെയ്തതായിരിക്കാം ഒന്ന്. പിന്നെ ഹെൽത്തിന്റെ കാര്യത്തില് ഞാൻ 1976 തൊട്ട് 70-ലാണ് കല്യാണം കഴിഞ്ഞ് ബോംബെ പോകുന്നത്. 6 തൊട്ട് ഒരു 90-91 വരെ ഹെവി എക്സസൈസ് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 84 ഒക്കെ തൊട്ട് എറോബിക്സ്, രാവിലെ എണീറ്റ് ആദ്യം എറോബിക്സിന് പോകും, പിന്നെ ബാഡ്മിന്റണിന് പോകും, പിന്നെ സ്വിമ്മിങ് പോകും, എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നോണ്ടിരുന്നത്. അതിന് മുമ്പ് പിന്നെ അപ്പൊ അതിന് മുമ്പ് ഞാൻ ബാഡ്മിന്റണിന് പോകായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ആൾക്കാരെ എന്നെ ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്ത് കളിയാക്കി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നീയൊക്കെ കാണുന്നതിന് മുമ്പ് ഇതിനപ്പുറം ഞാൻ ചെയ്തതാന്ന് പറഞ്ഞ എന്റെ സ്വിമ്മിങ് സൂട്ടിന്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നല്ലൊരു ഹെവി എക്സസൈസ് ചെയ്തിരുന്ന ആളാണ്. അത് പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടും ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇപ്പൊ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് മാറി. ഇവിടെ നിന്ന് എനിക്ക് ജിമ്മിലേക്ക് പോകണമെങ്കിൽ വെളുപ്പിനെ ഹെവി വെഹിക്കിൾസ് ആണ്. അപ്പൊ അങ്കിളിന് എപ്പോഴും ഭയങ്കര ടെൻഷനാണ്.
ഞാൻ പോവാണെങ്കിൽ എനിക്ക് ഏറ്റവും കറക്റ്റ് ടൈം 5 മണിയാണ്. കാരണം അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ പെട്ടിട്ട് പിന്നെ പോകാൻ പറ്റില്ല. സോ നോർമലി ഐ ഗോ അറ്റ് 5 അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് താഴെ ഒരു ജിമ്മുണ്ട്. അപ്പോൾ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. അവിടെ ഞാൻ ത്രെഡ്മില്ലിൽ ഒരു 20-25 മിനിറ്റ്സ് നടക്കും. പിന്നെ എൻ്റെതായ കുറച്ച് എക്സസൈസ് ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ എനിക്കറിയാവുന്ന കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്തു. അപ്പോൾ ഏറ്റവും ആരോഗ്യമുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണവും പിന്നെ പുറത്തേക്ക് ആഹാരം, ഹോട്ടൽ ഫുഡ് വളരെ കുറവാണ്. എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. പിന്നെ എക്സസൈസും പിന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങും. പിന്നെ ഞാൻ വെറുതെ ഇരുന്ന് സമയം കളയാറില്ല. എനിക്ക് ഒന്നിലെ കുക്കിംഗ് ആയിരിക്കും, പക്ഷെ കുക്കിങ്ങിൽ ഞാൻ ഭയങ്കര സ്പീഡാണ്. കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഞാൻ സുഡോക്കു ചെയ്യും. ബ്രെയിന് നല്ലതെന്ന് പറഞ്ഞിട്ട് എനിക്ക് മാത്തമാറ്റിക്സിനോട് ഇച്ചിരി ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ സുഡോക്കു ചെയ്യും. പക്ഷെ ഞാൻ ആരെയും വിസിറ്റ് ചെയ്യാൻ പോകാറില്ല. വിസിറ്റ് ചെയ്യാൻ പോകാത്തതിന് വിസിറ്റ് ചെയ്യാൻ പോകാത്തതിന് കാരണം ഞാൻ എപ്പോഴും ഭയങ്കര ജോളി വൈബാണ്. പക്ഷെ ഞാൻ ചെല്ലുന്ന വീട്ടിൽ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. പിന്നെ അതൊരു കൂട്ടുകുടുംബം ആകാം. അപ്പൊ ഞാനിപ്പോ ചെന്നിട്ട് ഒരു തമാശ പറയുമ്പം അത് ഡോട്ടറിനിലേക്കോ മദറിനിലേക്കോ എന്തെങ്കിലും രീതിയിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാകാനൊക്കെ, കാരണം ഞാൻ ഭയങ്കര ഔട്ട് സ്പോക്കൺ, ഭയങ്കര എല്ലാം തമാശ എന്ന എന്റെ വിചാരം എല്ലാം തമാശ. പക്ഷെ എപ്പോഴും അങ്ങനെ ആകണം. അപ്പൊ ഒന്ന് രണ്ട് ബാഡ് ഇൻസിഡൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടോ, നമ്മൾ അറിഞ്ഞും അല്ലാതെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനേക്കാളും നല്ലത് ഞാൻ വിസിറ്റിന് പോവാം. പക്ഷെ നെയ്ബേഴ്സ് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടോ, പാതിരാത്രിയാണെങ്കിലും എന്നെ വിളിച്ചോ. പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോകാനോ, അതല്ല പെട്ടെന്ന് ആരെങ്കിലും സിക്കായി ആഹാരം ഉണ്ടാക്കാനോ, എന്തിനു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ. പക്ഷേ ഇങ്ങനെ വന്നിരുന്ന് ലാത്തി അടിക്കാൻ ഞാനില്ല. അല്ല, സമയമില്ലാത്തതല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻവോൾവ്. അതാണ് എന്റെ മെയിൻ ആയിട്ട്. അപ്പോ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇതുപോലെ എന്താ പറയാ, ഏറ്റവും മെന്റലി ആൻഡ് ഫിസിക്കലി ആൻഡ് സോഷ്യലി ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് പിന്നെ ഇങ്ങനെ ചെറുപ്പമായിരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം മമ്മീനെ പറ്റി ഏകദേശം എല്ലാവർക്കും അറിയാം. എല്ലാവരും ഏകദേശം പ്രൊഫൈല് നോക്കി ഏകദേശം പഠിച്ചു വെച്ചേക്കുന്നതാണ്. അങ്കിളിനെ പറ്റി ഒന്ന് പറയും. അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഭയങ്കര ഔട്ട്സ്പോക്കൺ ആണ്. പുള്ളി പിന്നെ മെയിൻ ആയിട്ട് പുള്ളിയുടെ പൊസിഷൻ അങ്ങനെയായിരുന്നു. പുള്ളിയുടെ ആ ഒരു പൊസിഷനിൽ ബാങ്കില് വൈസ് പ്രസിഡന്റ് ലെവലിലൊക്കെ നിൽക്കുന്നു പറയുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു പൊസിഷനും സ്റ്റാറ്റസും ഒക്കെ ഉണ്ടാവും എല്ലാവരുമായിട്ട് അങ്ങനെ. പക്ഷെ വളരെ ജോളി ടൈപ്പാണ്. അത് എന്നാ പറയുന്നത്, എന്റെ സ്പീഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ ഭയങ്കര പങ്ക്ച്വലാണ്. പുള്ളി എത്ര അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ എന്നാലും ഒരു ഫാമിലി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം. പിന്നെ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആ പുള്ളിക്ക്. പുള്ളിയുടെ ഞാൻ പറയും പുള്ളിക്ക് പുള്ളിയുടെ ബ്രദറിന്റെ പിള്ളേരും അല്ലെങ്കിൽ സിസ്റ്ററിന്റെ പിള്ളേരും ഒക്കെയാണ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മീ എന്ന് ഞാൻ പറയും. കാരണം അത്ര ഫാമിലിയോട് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന ആളാണ്. അല്ല, അത് ഞാൻ പറയും, ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ നടക്കൂല. കാരണം ഒരു വൈഫ് സമ്മതിച്ചില്ലെങ്കിൽ അത് ശരിക്കും പോകില്ല. പക്ഷെ എന്നാൽ ഞാൻ അതിനകത്ത് കാരണം അതൊരു റെയർ ഇതാണ്. ഒരു ഫാമിലിയിൽ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക, അവരെല്ലാവരോടും ഒരേപോലെ പെരുമാറുക എന്നൊക്കെ പറയുന്ന എല്ലാ ആൾക്കാരിലും ഉള്ള ഒരു ക്യാരക്ടറല്ല. അപ്പൊ അതുകൊണ്ട് ഞാനും ഐ ട്രൈ ടു അഡ്ജസ്റ്റ്. ഇപ്പൊക്കെ കുറച്ചും കൂടി ഞാൻ റിയാക്ട് ചെയ്യും. പണ്ടത്രയും റിയാക്ട് ചെയ്തില്ലെങ്കിൽ, കാരണം ഞാൻ എന്നോട് വന്ന് നിന്ന് അനന്തരവന്മാരൊക്കെ ഇപ്പം അവർക്കൊന്നും നമ്മള് ഇത് എന്താ പറയാ, ഓർക്കൊന്നും പോലും ഇല്ല. അന്നൊരു സ്റ്റേജ് കാണുമ്പം നമ്മൾ കൊടുക്കുന്ന ഒരു കെയറും അറ്റൻഷനും തിരിച്ച് എനിക്ക് അത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നാണ് എന്നോട് എന്റെ മാപ്പിള പറയാറ്. വാട്ട് യു ക്യാൻ ഡു യു ഡു ആൻഡ് ഫോർഗെറ്റ് ഇറ്റ് എന്ന് പറയും. പക്ഷെ ഞാൻ ഹ്യൂമൻ ബീയിങ്, ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പം അല്ലാതെ കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ അങ്കിള് ബോംബെയിലായിരുന്നു, ബാങ്കിലായിരുന്നു അല്ലേ? നല്ലൊരു പൊസിഷനിലായിരുന്നു. ഇല്ല, അന്ന് പുള്ളി അമേരിക്കൻ എക്സ്പ്രസിൽ ചാർട്ടേഡ് എന്നാ പറയാ ക്രെഡിറ്റ് അനാലിസ്റ്റ്, ജൂനിയർ ക്രെഡിറ്റ് അനാലിസ്റ്റ് എന്ന് പറയും. ആ പൊസിഷൻ. പിന്നെ അവിടെ നിന്ന് ക്രെഡിറ്റ് അനലിസ്റ്റ് ആയി, പിന്നെ ബാങ്ക് മാനേജറായി. ബാങ്കിങ് സെക്ടർ 60 വയസ്സ് വരെ വർക്ക് ചെയ്തു. ഏകദേശം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദുബായിക്ക് പോയി. അവിടെ വർക്ക് ചെയ്തു ഒരു 3 വർഷം 4 വർഷം. അതിനുശേഷം അപ്പൊ പുള്ളിക്ക് ചലഞ്ചിങ് ജോബാണ് ഇഷ്ടം, ബാങ്കിങ് വേറെ. അപ്പൊ അവിടെ ചെന്ന് ബിസിനസ്സുകാരുടെ കൂടെ അത്രയും ഒരു ചലഞ്ച് തോന്നാതെ ഇപ്പൊ ഞാൻ ഐ ഡോണ്ട് എൻജോയ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ലെറ്റ് us go back. എന്നിട്ട് അങ്ങനെ തിരിച്ച് ആലുവയ്ക്ക് പഴയ വീട്ടിലേക്കോ അല്ലേ? ഇല്ല, ഞങ്ങൾ വെച്ചതാ അത് വെച്ചു. എന്നിട്ട് അങ്കിളിന് ഈ മറ്റേ ഷെയർ ട്രേഡിങ്ങും മാർക്കറ്റിങ്ങും അല്ല, അത് ബാങ്കർ ആണല്ലോ. അതിന്റെ വെറുതെ ഇരിക്കുന്നില്ല. അപ്പൊ എപ്പോഴെങ്കിലും
മമ്മി വിചാരിച്ചിട്ടുണ്ടോ മമ്മിയുടെ ഈ ഒരു എന്താ പറയാ ഇത്രയും എക്സലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടർ എവിടെയും വിട്ടുകൊടുക്കാത്ത ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കുന്നുള്ള ആ ഒരു നമുക്ക് മറ്റുള്ളവരുടെ നിർബന്ധ ബുദ്ധി എന്ന് പറയുമെങ്കിലും നമുക്ക് നിർബന്ധ ബുദ്ധിയില്ല നമ്മൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയാണ് അങ്ങനെ ഉറച്ചു നിൽക്കാൻ എപ്പോഴെങ്കിലും അങ്കിൾ ഒരു തടസ്സമായി ഒരിക്കലില്ല. പക്ഷെ ചിലപ്പം പുള്ളിയുടെ ബോസിനോട് വരെയൊക്കെ ഞാൻ ഭയങ്കര ഔട്ട് സ്പോക്കൺ ആയിട്ട് പറയുമ്പം പുള്ളി പറയും എന്റെ ബോസാണ് കേട്ടോ അങ്ങനെ അത്രേ ഉള്ളൂ അല്ലാതെ എനിക്കിതുവരെ അങ്ങനെ ഒരു ഒബ്ജക്ഷൻ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അതൊരു ഇപ്പൊ തന്നെ ഞാൻ സിനിമ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സിനിമയ്ക്ക് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം അങ്കിളിനോട് ഒരാൾ ചോദിച്ചതാ ഇനിയിപ്പം മിസ്സസ് ചാണ്ടിയുടെ ഹസ്ബൻഡ് എന്നായിരിക്കുമല്ലോ ഇനിയിപ്പം രാജിനയുടെ ഹസ്ബൻഡ് എന്നായിരിക്കുമല്ലോ അറിയാൻ പോകുന്നത്. ഉടനെ കൊടുത്ത റിപ്ലൈ ഞാനും ഷോക്കായി പോയി. ഇത്ര നാളെ എന്റെ ഭാര്യ എന്നല്ലേ അറിഞ്ഞേ, ഇനി കുറച്ചാൾ പുള്ളിയുടെ ഭർത്താവ്. അല്ല അപ്പൊ അത് പുള്ളിക്ക് പറയാൻ വന്ന ആള് അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പം നമ്മളെ കുറിച്ച് ഒരാൾ എന്തെങ്കിലും എഗൻസ്റ്റ് പറഞ്ഞാലും അവര് നിർത്തിയിട്ട് പോകും. അവര് നമ്മള് ഇപ്പൊ എന്നെ കുറ്റം പറഞ്ഞ ഒരാള് വരുമ്പം എന്നമ്മ പറയാ നിങ്ങൾ വേറെ പണി നോക്കി എനിക്ക് അവിടെ നല്ലപോലെ അറിയാന്ന് പറഞ്ഞാൽ പിന്നെ അവർ വല്ലതും പറയുമോ? ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പുള്ളി അത് പറഞ്ഞതോടുകൂടി പറയാൻ വന്ന ആള് ഷൂന്ന് തിരിഞ്ഞുപോയി. തീർച്ചയായിട്ടും ഒരു ഫാമിലി ഇതായിട്ട് പോകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും അതുപോലെ എന്തെല്ലാം ആണെന്ന് പറഞ്ഞാലും ഫാമിലി മെമ്പർ ആണെങ്കിൽ പോലും അങ്കിളിന് എഗൻസ്റ്റ് ആയിട്ട് ഒരാള് പറയാൻ ഞാൻ സമ്മതിക്കില്ല. തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കില്ല. അപ്പൊ എന്താ പറയാ ഭയങ്കര സന്തോഷം ഇത് കേൾക്കുമ്പോ തന്നെ സന്തോഷം. കാരണം ഇന്ന് നമ്മളിങ്ങനെ പറയും, എഴുതി പറയും, സോഷ്യൽ മീഡിയയിൽ കൂടെ പറയും, സിനിമകളിലേക്ക് കൂടെ പറയും റിയൽ ദാമ്പത്യം എന്ന് പറയുമെങ്കിലും സത്യം പറഞ്ഞാൽ അത് മരുന്നിന് പോലും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റോൾ മോഡൽ എന്നുള്ള രീതിയിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ആന്റി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പൊ അത് കഴിഞ്ഞു വന്നു അങ്കിളിന്റെ തിരക്ക്, ആന്റിയുടെ തിരക്ക്, അമ്മയുടെ തിരക്ക്. അപ്പൊ ഒരു മകളെ ഉണ്ട് അല്ലെ, ആളെ കുറിച്ചൊന്നും പറയാമോ? ജസ്റ്റ് ഒന്ന്. പുള്ളിക്കാരത്തി എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. എന്താണ്? ബികോം ആയിരുന്നു. ബികോം കഴിഞ്ഞ് ഞങ്ങൾ ദുബായിലായിരിക്കുമ്പോൾ അവൾ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. CA പഠിക്കണ്ടായിരുന്നു, ഇപ്പൊ അമേരിക്കയിലാണ്. വെരി സിമ്പിൾ. ഇപ്പൊ എന്റെ ക്യാരക്ടർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചാണ്ടിസിന്റെ സ്വഭാവമാകാം, വളരെ ടിമിഡാണ്, വളരെ അങ്ങനെ എക്സ്പ്രസീവ് അല്ല, എല്ലാം ഗീവ് ആൻഡ് ടേക്ക് ആണ്. എല്ലാരും നല്ല ആൾക്കാരാണ്, എല്ലാരും നല്ല ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരാളെ കുറിച്ചും ഇതുവരെ ഫാമിലിയില് ഇപ്പൊ തന്നെ അവള് കല്യാണം കഴിഞ്ഞ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു 11 മെമ്പേഴ്സ് ഉള്ള ഫാമിലിയാണ്. ഇതുവരെയും ഒരാളെ കുറിച്ച് ഒരു നെഗറ്റീവായിട്ട് എന്നോട് ഓരോരുത്തരുടെ പേര് പറയുമ്പോഴും അവരെ കുറിച്ച് വളരെ റെസ്പെക്റ്റ് ആയിട്ട് അവർ റെസ്പോണ്ട് ചെയ്തു. ഞാനൊക്കെ എനിക്ക് ഭയങ്കര അഡ്മിറേഷൻ ഉള്ളൊരു എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, നമ്മുടെ മക്കള് സത്യത്തിൽ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു വൈറ്റ് ബ്ലാങ്ക് പേപ്പറാണ് അല്ലെ, പ്യുവറാണ്. അതിൽ എഴുതാൻ തുടങ്ങുന്നത് ആക്ച്വലി ആരാണ്? അവരാണോ എഴുതാൻ തുടങ്ങുക? അല്ല, നമ്മളല്ലേ. അതായത് അച്ഛനും പാരന്റ്സ് കുഞ്ഞിന്റെ പാരന്റ്സ് ആണ് അതിൽ എഴുതി തുടങ്ങുക. പാരന്റ്സ് തുടങ്ങും, പിന്നെ റിലേറ്റീവ്സ് തുടങ്ങും, പിന്നെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവിടെ തുടങ്ങും, ഫ്രണ്ട്സ് തുടങ്ങും, സൊസൈറ്റി തുടങ്ങും. ഇതെല്ലാം എഴുതി തുടങ്ങിയ ഒരു പേപ്പർ പിന്നെ കുറെ കഴിയുമ്പോൾ അവൻ തനിയെ എഴുതി തുടങ്ങും. അങ്ങനെ ഒരു പുസ്തകമാണ് ഓരോ കുട്ടിയും അല്ലെ. ആ പുസ്തകം ഇടയ്ക്ക് അഴുകുമ്പോ ചീയുമ്പോ ആ പുസ്തകത്തിന് ചീത്ത വരുമ്പോ എല്ലാവരും ആരെ മാത്രം കുറ്റം. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ ബേസിക് കോഴ്സ് എന്താ? നമ്മുടെ ശരീരവും മനസ്സും ജീനും സ്വഭാവവും കൺവേ ചെയ്യുന്നത്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് വരത്തില്ലേ. ഇപ്പൊ അവര് നല്ല ഭംഗിയായിട്ട് പോവുകയാണെങ്കിൽ ആരെങ്കിലും പറയും അമ്മയുടെ എടുക്കാന്ന്. അതാണ് അതിന്റെ രസം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ച് നമ്മളൊരു സബ്ജക്ട് വന്ന സ്ഥിതിക്ക് പറയാം, ഒരു നല്ല പേരന്റിങ്ങിനെ കുറിച്ച് മമ്മിയുടെ ഒരു കൺസെപ്റ്റ് എങ്ങനെയായിരിക്കണം നമ്മുടെ മക്കൾ? കാരണം ഇന്നത്തെ ഒരു അവസ്ഥയില് കുട്ടികളും എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വികാസങ്ങളൊക്കെ മമ്മി കാണുന്നുണ്ടല്ലോ. കുട്ടികളും മാതാപിതാക്കളും എല്ലാവരും വേറെ വേറെ ഒരു ലോകത്തിലേക്കാണ് പോകുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല, നമുക്ക് അതിനെ വിലയിരുത്താനും കഴിയുന്നില്ല, നമുക്ക് വിലയിരുത്താൻ പറ്റൂല. പക്ഷെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു വെൽവിഷർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ സമൂഹത്തെ നന്നായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലോ മമ്മിക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് പാരന്റ്സിനോട്? ഇപ്പൊ ഞാൻ ഒരു അമ്മ എന്നുള്ള സ്ഥാനത്ത് ഞാൻ എന്നെ നോക്കുവാണെങ്കിൽ when I look back ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഒറ്റ മോള്. അപ്പം മെയിൻ റീസൺ ഒന്ന്, എനിക്ക് ചെയ്യാൻ പറ്റാത്തതെല്ലാം എൻ്റെ മോള് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മളെല്ലാം ഐ ട്രൈ ടു ഇമ്പോസ് മെനി തിങ്സ് ഓൺ ഹർ. അത് തെറ്റാണ്.
അതൊന്ന് തെറ്റാണ്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. 2, പിന്നെ ഒരു ഒറ്റ മോളായതുകൊണ്ട് സ്പോയിലാകാനും പിന്നെ അപ്പൻ്റെ പൊസിഷനും അപ്പൻ്റെ ഇതും വെച്ചിട്ട് സ്പോയിലാകാനുള്ള ചാൻസസ് കൂടുതലെന്നുള്ള രീതി വെച്ചിട്ട് ഒന്നുകൂടെ സ്ട്രിക്റ്റ് ആയിരുന്നു ബാക്കി കാര്യങ്ങൾ. അതുകൊണ്ട് അവൾ സ്പോയിലായില്ല. അവള് ഒരു കാര്യത്തിന് അവൾക്ക് ഈവൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പൊ എൻ്റെ മോളോട് ചോദിച്ചാൽ ചിലപ്പം അവർ പറയാൻ പോകുന്ന വേറെ രീതിയിലായിരിക്കും എന്തായാലും. പക്ഷെ ഇന്നത്തെ ജനറേഷനിൽ ഞാൻ കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ലിമിറ്റഡ് ഒരു ബഡ്ജറ്റിലാണ്. നമ്മുടെ കയ്യിൽ കാശുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കാശ് കൂടുതലുണ്ടോ നീ കൊണ്ടുവേണം ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മൾ അനുവദിച്ചിട്ടില്ല. ഒരു സ്ട്രിക്റ്റ് ബഡ്ജറ്റിലാണ് നമ്മൾ അവിടെ മുമ്പ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പിള്ളേർ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ നെയ്ബറിനെ അവിടെ ഇവിടെ നോക്കി അവരെങ്ങനെയാണോ അതുപോലെ നമ്മുടെ മക്കൾ നടക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ചെയ്യാം. അപ്പൊ കൊച്ചറിയുന്നില്ല അപ്പൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയായി എനിക്കിത് ചെയ്തു തരുന്നതെന്ന് അറിയുന്നില്ല. ഇപ്പൊ ഞാനൊക്കെ കൊച്ചായിരുന്ന കാലത്ത് ഒരാപ്പിളിന്റെ ഒരു കഷ്ണം മുറിച്ച് കിട്ടിയാ പറയാം 8 പേരില് 8 അപ്പച്ചനും അമ്മച്ചിനും 10 ആവും. അത് പിന്നെ ഒരു വേലക്കാരി ഉണ്ടെങ്കിൽ അവരും കൂടെ 11 ആവും. അപ്പൊ ആ ഒരു കഷ്ണം കഴിക്കുന്ന രുചി ഇന്നത്തെ ഒരാപ്പിളിനും ഞാൻ കണ്ടിട്ടില്ല. അതേസമയം ഇന്ന് എങ്ങനെയാ ഒരാപ്പിൾ കൊടുത്തിട്ട് അത് കടിച്ചു വേണ്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ആപ്പിൾ എടുത്തു കൊടുക്കും. അവിടെയൊക്കെയാണ് തെറ്റ്. അപ്പൊ ആ പിള്ളേർക്ക് മനസ്സിലാകണില്ല എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് എൻ്റെ പേരൻസ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ഒന്ന്. രണ്ടാമത് ഈ ഒന്ന് മിണ്ടി കഴിഞ്ഞാൽ ഉടനെ ടീച്ചേഴ്സ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഉടനെ പേരൻസ് ചോദിക്കാൻ ചെല്ലുക ചോദിക്കാൻ. അപ്പൊ ടീച്ചേഴ്സിനും ആ ഉത്തരവാദിത്വം ഇല്ല. ടീച്ചേഴ്സ് എനിക്കെന്നാ വല്ലവരുടെ മക്കളുടെ നന്നാക്കേണ്ട ചുമതല എനിക്കെന്നാന്ന് ചോദിച്ചാൽ അവരും വിടുക. അവർക്ക് അവരുടെ കാര്യം ശമ്പളം കിട്ടണം, ഇത് ചെയ്യണം. കാരണം പഠിപ്പിക്കാൻ ചെന്നു ശരിയാണോ, ഞാൻ അഡ്വൈസ് ചെയ്തത് ശരിയാണോ അല്ലയോ എന്നൊന്നും പേരന്റ് അന്വേഷിക്കണില്ല. മകൻ വന്നു അല്ലെ മകൾ വന്ന് പണം കേട്ടോണ്ട് തുള്ളിച്ചാടി അങ്ങോട്ട് ചെന്ന് വെച്ചാൽ ഇപ്പൊ ടീച്ചേഴ്സും പറയുന്നതെന്നാ നമ്മളെന്താ. 3 പോക്കറ്റ് മണി. ഞാനൊന്നും പോക്കറ്റ് മണി എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടേ ഇല്ല. ഇപ്പോഴത്തെ പിള്ളേര് ഏതൊരു സാധാരണക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരിൽ താഴെയുള്ളവർ പോലും, അതായത് ഇപ്പോൾ ഒരു കൂലിവേലയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് കിട്ടുന്നതില്ലാത്തൊന്നും ഒരു 100 രൂപ വെച്ചെങ്കിലും മക്കളുടെ കയ്യിൽ കൊടുത്തു വിടുക. അവർക്കത് ഈസിയായിട്ട് കിട്ടിയ പൈസയാ. അവർ തന്നെത്താൻ ഉണ്ടാക്കിയ പൈസ ആണെങ്കിൽ അവരങ്ങനെ ചെലവാക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവരാ പൈസയും കൊണ്ട് പോയി വൈകുന്നേരം ചായക്കടയിൽ അവിടെ ഇവിടെയൊക്കെ കയറി തിന്നു കുടിച്ചു. അപ്പൊ തൊട്ടു തൗണ്ടി പിടിച്ചു, അതിനൂടെ ഡ്രഗ്സായി. അപ്പം ഇതിൽ ഏതാ ശരി? ഞാൻ ചെയ്തത് ശരിയെന്ന് എനിക്ക് തോന്നാം, പക്ഷെ എന്റെ മക്കൾക്ക് തോന്നണം. മമ്മി ചെയ്തത് ശരിയാണെന്നുള്ളതിന് ഉത്തരവാണ് മമ്മിയുടെ മക്കൾ അല്ലേ? അല്ല, പക്ഷെ അത് അവൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. അല്ല, പക്ഷെ അതിന്റെ നമുക്ക് റിസൾട്ട് മാർഗം എന്താ പറയാ, ലക്ഷ്യം മാർഗത്തെ സാധൂരിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ കാരണവന്മാരൊരു ചൊല്ലു പറയും, മമ്മി ഒന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പഴയ നിയമങ്ങൾ അത് വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ പറയട്ടെ, അതുപോലെ ഞാനൊക്കെ കൊച്ചായിരുന്നു ബസ്സിൽ കയറിയാൽ അന്നേരം സീറ്റുണ്ട്. പക്ഷെ ബസ് ഓടി തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഒരു ഗർഭിണി അല്ലെങ്കിൽ ഒരു പ്രായമുള്ള സ്ത്രീ വന്ന് ഞങ്ങള് പ്രായത്തിനനുസരിച്ച് എണീറ്റ് കൊടുത്തോണം, അല്ലെങ്കിൽ പുറകിൽ നിന്ന് അപ്പച്ചന്റെ വിളി വരും. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് 74 വയസ്സായെങ്കിലും എൻ്റെ ഒപ്പത്തിനുള്ള സ്ത്രീ ആയിരിക്കാം മനുഷ്യനായിരിക്കാം വന്നാൽ എനിക്കിരിക്കാൻ പറ്റില്ല, നമ്മൾ എഴുന്നേൽക്കും. കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ അയ്യോ ഒരു പ്രായമുള്ള ആള് വന്നു എന്നുള്ളതാണ്. അത് ഞാൻ പ്രായമായി എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്കൊരു പ്രായമുള്ള ആളെ കാണുമ്പോൾ ഞാൻ എണീക്കും. പക്ഷെ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ല. ബസ്സില് മകനോ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാനെന്ന അമ്മ അവിടെ പിടിച്ചവിടെ ഇരുത്തും. എന്ത് കാര്യം? അപ്പൊ പിന്നെ കൊച്ചതല്ലേ കണ്ടുപിടിക്കുന്നു. അപ്പൊ അതാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള വലിയ വലിയ മാറ്റങ്ങളാണ്. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ വേറൊന്ന് ഞാൻ പറയുന്നത്, അന്നമ്മയ്ക്ക് കുട്ടികളുണ്ടെങ്കിൽ അന്നമ്മയുടെ കുട്ടികളിൽ ഏത് ഫ്രണ്ട്സിന്റെ കൂടെയാ മൂവ് ചെയ്യുന്നത്, അവരെ വല്ലപ്പോഴെങ്കിലും വീട്ടിൽ വിളിച്ചൊരു കാപ്പിയോ ഇതോ കൊടുക്കുക. അപ്പൊ ആ കുട്ടികൾക്ക് അന്നമ്മയോടൊരു സ്നേഹവും ഇതുണ്ടാവും. നമ്മുടെ മക്കൾ വഴിതെറ്റുന്ന ലക്ഷണമോ അല്ലെങ്കിൽ വേറൊരു കൂട്ടുകെട്ടോ ഉണ്ടെങ്കിൽ അമ്മച്ചി അന്തേ ചേച്ചി മോൾ അല്ലെങ്കിൽ ആന്റി മോൾ ഇങ്ങനെയൊക്കെ ഒരു കാണുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ എന്ന് പറയാനുള്ള ഒരു ഇത് നമ്മൾ കൊടുത്ത കാപ്പിയോടോ അല്ലെങ്കിൽ അന്നമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിനോടോ ഉള്ള സ്നേഹം കൊണ്ട് വരും. അത് ഇപ്പൊ അങ്ങനെയില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അതിപ്പോ എവിടെ പോയി എങ്ങനെ അത് പഠിപ്പിച്ചു കൊടുക്കുമെന്നുള്ളത് പേരൻസ് വിചാരിക്കുന്നത് എന്റെ ശരി. പിന്നെ ബ്ലൈൻഡ് ആയിട്ട് പിള്ളേരെ വിശ്വസിക്കുന്നു, അവരൊന്നും ചെക്ക് ചെയ്യുന്നില്ല. ഞാൻ പറയും ഇപ്പൊ കമ്പ്യൂട്ടർ ഇല്ലാതെ സ്കൂൾ പഠിപ്പിക്കാൻ പറ്റില്ല. കമ്പ്യൂട്ടർ വേണം, അല്ലെ മൊബൈല് വേണം. ഹോളില് കമ്പ്യൂട്ടർ വെച്ച് കൊടുക്കുക, അവിടെ ഇരുന്ന് പഠിക്കാൻ പറ. അപ്പൊ കുട്ടികൾ എന്നതാ നോക്കുന്നത്, എന്നതാ പഠിക്കുന്നതെന്ന് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ നമുക്ക് കാണാൻ മേലേ. അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല.
അത് കഴിഞ്ഞ് പിള്ളേര് വഴിതെറ്റിപ്പോയിട്ട് എൻ്റെ മോൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈയിടെ ഞാനൊരു യൂട്യൂബ് ചെയ്തായിരുന്നു അതിനെക്കുറിച്ച്. സി എന്താ പറയാ, ലിവിങ് ടുഗദർ. നിങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പൊ അമേരിക്കയിലൊക്കെ അങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നു ലിവിങ്. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ അപ്പനെയും അമ്മയും ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കുന്നത്. അവര് തന്നെ ജോലി ചെയ്ത് അവര് തന്നെ ആളെ കണ്ടുപിടിച്ച് അവര് തന്നെ ജീവിക്കുകയാണ്. ഇത് അങ്ങനെയല്ലല്ലോ. 18 വയസ്സ് കഴിഞ്ഞാൽ അപ്പനും അമ്മയും പഠിപ്പിക്കണം. 18 വയസ്സ് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും പിടിച്ച് കെട്ടിക്കണം. ഈ 18 വയസ്സിനിടയ്ക്ക് 18 വയസ്സ് കഴിഞ്ഞ് 19ാമത്തെ വയസ്സിൽ അവളൊരുത്തില്ല അല്ലെങ്കിൽ അവനൊരുത്തൻ്റെ കൂടെ ജീവിക്കുകയാണ്. അത് കാരണവന്മാർ അറിയണില്ല. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മോള് പെർഫെക്റ്റ്. ഞാൻ കൊണ്ടേ എൻ്റെ മോളെ കൊണ്ടേ ഒരുത്തിനെ കൊണ്ട് വേറൊരാളെ കൊണ്ട് കെട്ടിക്കുന്നു. ആ കുടുംബവും നമ്മൾ വഴിക്ക് ചീത്തയാകുമല്ലേ. അപ്പം മക്കൾക്ക് 18 വയസ്സ് കഴിഞ്ഞ് ലിവിങ് ടുഗദർ വേണമെങ്കിൽ പോയിക്കോ. പക്ഷെ ഓപ്പൺ ആയിട്ട് കാരണവന്മാരോട് പറയാ, എനിക്കിനി നിങ്ങളുടെ സഹായം വേണ്ട, എനിക്കിനി നിങ്ങളുടെ പൈസ വേണ്ട, ഞാൻ തന്നെത്താൻ പണിയെടുത്ത് ഞാൻ തന്നെത്താൻ ആരുടെ കൂടെ ജീവിക്കാൻ പോകും. അത് പറയുന്നില്ലല്ലോ. എന്നിട്ട് കാരണവന്മാര് ഞങ്ങളെ ദ്രോഹിച്ചു, കാരണം അത് പറഞ്ഞിട്ട് അതിലർത്ഥമില്ലല്ലോ. അതൊക്കെയാണ്. അതിപ്പോ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നത് ശരിയാണോ എനിക്കറിയില്ല. നമ്മള് പറയുന്നത് ശരിയാണോ എന്നല്ല, നമ്മളുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി ആ തീരുമാനത്തിൽ നമുക്ക് കുറച്ച് നിൽക്കാൻ കഴിയുകയും ചെയ്യുമ്പം ഇല്ലേ മമ്മി, നമ്മളിപ്പോ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് ഒരിക്കലും ഇല്ല. അപ്പൊ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടെങ്കിൽ, ആ ശരിയിൽ നമുക്ക് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇല്ലേ അല്ല ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നു ലിവിങ് ടുഗദർ തെറ്റാണെന്നോ. ഇത് ഒന്നാമത് ഞാൻ പറയുന്ന നമ്മളുടെ ഒരു ബോഡി ഒരാളുമായിട്ട് ഷെയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അവൻ നമുക്ക് വർത്താണോ അല്ലെങ്കിൽ അവൾ നമുക്ക് വർത്താണോ എന്ന് ആദ്യം ചിന്തിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഷെയർ ചെയ്യാൻ പാടില്ല, അല്ലേ? അല്ലാതെ ചുമ്മാ ഒരുത്തിനോട് പോയി 2 ദിവസം കഴിയുമ്പോൾ അവനിട്ടിട്ട് പോയി വേറെ ഒരുത്തിനോട് എന്ത് വാല്യൂ ഉള്ള ഒരു വാല്യൂ ഇല്ല. അതെ, വി ഷുഡ് സെൽഫ് റെസ്പെക്ട്. നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാകണം നമുക്ക്. അപ്പൊ നമ്മൾ 18 വയസ്സ് ചെയ്ത് പൊട്ടത്തരവാ. തീർച്ചയായും. അപ്പൊ നമ്മൾ 18 വയസ്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തേണ്ടത് എവിടെയെങ്കിലും ആകുക, എന്തെങ്കിലും ആകുക, എന്തെങ്കിലും ആകുക, ആരെങ്കിലും ആകുക. ആരെങ്കിലും ആകുന്ന സമയത്ത് യു ആർ മച്ചുവർഡ് എനഫ് ടു തിങ്ക് ഞാൻ ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പം ഞാൻ പണ്ട് ദിലീപിൻ്റെ ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന ഒരു കിലോ പഞ്ചസാരയുടെ വില എന്നറിയാൻ മേലാത്ത സ്റ്റേജിലാണ് നമ്മൾ പോയി ഒരുത്തിൻ്റെ കൂടെ പോണത്. ഞാൻ ഈയിടെ അല്ല, ഒരു 2 വർഷം മുമ്പ് എൻ്റെ വീട് വിൽക്കുന്നതിന് മുമ്പ് ആ വീട് പെയിന്റ് ചെയ്യുന്ന സമയത്ത് അമ്മയും മോളും ഒരു കൊച്ചുമോളും അമ്മയും മോളും കൂടെ എന്നോട് പറഞ്ഞു, എൻ്റെ മോള് പറഞ്ഞ് എൻ്റെ മോക്ക് ആൻറ്റിയുടെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കണം. ഞാൻ പറഞ്ഞു അതിനെന്താ വരാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശനിയാഴ്ച വരാൻ പറയാൻ പറഞ്ഞു. ഞാൻ ശനിയാഴ്ച ഇതുപോലൊരു വേഷമൊക്കെ ഇട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ 12 വയസ്സ് 11 വയസ്സുള്ളൊരു കൊച്ചാ, കണ്ണൊക്കെ എഴുതി ഒരുങ്ങി കെട്ടി വന്നപ്പം ഞാൻ അവരോട് പറഞ്ഞേ, നിങ്ങളിപ്പോൾ ആ കൊച്ചിനെ പഠിത്തത്തിന്റെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കും. ഈ കൊച്ചി ഇങ്ങനെയൊക്കെ ഒരുങ്ങി കെട്ടി റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആക്രിക്കാരനായിരിക്കും ഷൂ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കാണിക്കും. കൊച്ചിന് അതിന്റെ അർത്ഥം അറിയാൻ മേല. കൊച്ചതിന്റെ പുറകെ പോയി നാളെ നോക്കി നിൽക്കും ആക്രിക്കാരെ ഷൂ എന്ന് പറഞ്ഞോണ്ടോന്ന്. 2 ആഴ്ച കഴിയുമ്പോൾ അവൻ്റെ കൂടെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതെവിടെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. നമ്മൾ ആരെങ്കിലും ആയി എന്തെങ്കിലുമൊക്കെ ആയി അപ്പോഴത്തേക്കും നമ്മളൊരു പ്രായമായി നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ആരെയാണ് സെലക്ട് ചെയ്യുന്നത്, അത് വർത്താണോ ഇല്ല. ലിവിങ് ടുഗദറോ കല്യാണം കഴിക്കോ എന്തുമായിരിക്കും വാട്ട് എവർ യു ഡിസൈഡ്. അതല്ലെങ്കിൽ ഇറ്റ്സ് ഭയങ്കര അതാണ് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇന്നത്തെ ജനറേഷൻ പറയും അത് 8ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ പോയിട്ട് ഈ പോക്കിത്തുകൾ കാണിക്കാന്ന് പറഞ്ഞത് കാരണവന്മാരുടെയും ടീച്ചേഴ്സിന്റെയും എല്ലാം. പക്ഷെ ടീച്ചേഴ്സിനെ ഞാൻ ഇനി കുറ്റം പറയില്ല. കാരണം ടീച്ചേഴ്സ് നോക്കുമ്പം അവർക്ക് തന്നെ പേടിയാ. പലരും എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, അല്ല അവരിങ്ങനെ പാസേജിൽ കൂടെ നടക്കുമ്പോൾ ആൺപിള്ളേരും പെൺപിള്ളേരും അവിടെ നിന്ന് ഓരോന്ന് കാണിക്കണമെന്ന് തിരിഞ്ഞ് നടന്നു പോകും. കാരണം പറയാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരടിക്കും, അല്ലെ കാരണവന്മാർ വന്നടിക്കും. അത് എന്തിനാ പണിക്ക് പോണേ? അവർ നോക്കിയിട്ട് എന്തിനാണ് അതിനോട് റെസ്പെക്ട് കിട്ടിയാലല്ലേ ഉള്ളൂ അത് ചെയ്യേണ്ട കാര്യം. അതെ, അല്പം പിന്നെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ പിള്ളേര് പോയി വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ടീച്ചർ അല്ല അപ്പൻ കാരണവന്മാർ ചോദിക്കാൻ പറ്റുക നിങ്ങൾ എന്തിനാ എൻ്റെ അവര് സത്യമായിരിക്കില്ല പറയണത്. പക്ഷെ അത് കേട്ടോണ്ട് വന്ന് കാരണവന്മാർ വന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? പിന്നെ അതിന്റെ കൂടെ മീഡിയ കൂടെ ആയപ്പോ മുഴുവനായി. നമ്മള് ഉൾപ്പെടുന്ന സോഷ്യൽ മീഡിയാസില് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇഷ്ടംപോലെ നല്ല കാര്യങ്ങൾ കൺവേ അതിനേക്കാളും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് നമുക്ക് വേണ്ടതെന്ന് കൃത്യമായിട്ട് ഞാനൊരു യൂട്യൂബർ ആണെങ്കിൽ ഞാൻ വേറൊരാളെ കുറിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് പോലെയല്ല. ഞാൻ കയറി അന്നമ്മയുടെ വീട്ടിലെ പ്രശ്നങ്ങളും അന്നമ്മ ഡൈവോഴ്സായോ അന്നമ്മ ഇത് ചെയ്യോ
പറയാനുള്ള അവകാശം എനിക്കില്ല. ഇല്ല, നമുക്ക് കാരണം ഞാൻ പെർഫെക്റ്റ് അല്ലല്ലോ. അല്ല. ഞാൻ പെർഫെക്റ്റ് അല്ലാത്തടത്തോളം കാലം ഞാൻ അന്നമേനെ കയറി പെർഫെക്റ്റ് ആക്കാൻ നോക്കാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും പറ്റില്ല. പക്ഷെ നമ്മുടെ യൂട്യൂബേഴ്സ് അധികം ചെയ്യുന്നതിന് അടുത്ത വീട്ടിലേക്ക് ആ മെയിൻലി ഫിലിം സ്റ്റാർസിനെ കുറിച്ചും അവരെ കുറിച്ച് അവരൊക്കെ ഇപ്പൊ കണ്ട് എന്ത് കാണി അവരവരുടെ കാര്യം കണ്ട് പോകുന്ന കാര്യം ഇവന്മാര് മനസ്സിലാക്കണമില്ല. ശരിയാണ്, ശരിയാണ്. അതായത് ശരിക്കും ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ്സും സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ചാനൽസും. ഞാൻ ഈയിടെ ശ്രീനിവാസൻ മരിച്ചെന്ന് പറഞ്ഞു. ഞാൻ എല്ലാരും വിളിച്ചു ചോദിച്ചു ഇതെന്തൊരു ഫേക്ക് ആയിരുന്നു, നാച്ചുറലി. അതുപോലെയല്ലേ ഓരോന്ന് ഓരോരുത്തർ ഇടുന്നത്. ഇത്രയേ ഉള്ളൂ മമ്മി. ഇപ്പൊ ഞാനൊരു ഫുഡ് ബ്ലോഗറാണ്. ഫുഡ് ബ്ലോഗർ ആണെങ്കിൽ പോലും നമ്മളൊരു 10 സബ്ജക്ട് നമ്മൾ ചാനലിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് ഏറ്റവും കൂടുതലുള്ളത് യൂട്യൂബേഴ്സിലും സോഷ്യൽ മീഡിയയിലും ഫുഡ് ബ്ലോഗ്സ് ആണ്. കാരണം ആർക്കും അത് ചെയ്യാലോ, അറിയുന്നവരും അറിയാത്തവർക്കും ഒക്കെ ചെയ്യാം. പക്ഷെ ഇന്ന് നമ്മൾ എന്തോരം ഇപ്പൊ നമ്മള് മമ്മീനെ കണ്ടു, നമുക്ക് ക്യാമറ ചെയ്യാൻ ഒരാളുണ്ട്, എഡിറ്റ് ചെയ്യാൻ ഒരാളുണ്ട്, നമ്മളെ കൊണ്ടുവരാൻ ആളുണ്ട്, നമ്മൾ ഇതിനു വേണ്ടി നടക്കുന്നു, കാശ് ചെലവാക്കുന്നു, സമയം ചെലവാക്കുന്നു. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ഒരു ദിവസം മൊത്തം ഇരുന്ന് അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇടുമ്പോൾ നമ്മൾ 5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നത് ചിലപ്പോൾ 5000 പേരായിരിക്കും. എന്നാൽ അറ്റ് എ ടൈം ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരാൾ ആണെന്ന് വിചാരിച്ചോ, പ്രത്യേകിച്ച് ഒന്നും രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് കേൾക്കുന്നു, അതിലേ നടക്കുന്നു, ഇല്ലേ നടക്കുന്നു, കുറച്ച് അങ്ങനെയുള്ള ഒരു വീഡിയോസിന് മില്യൺസ് ഫോളോവേഴ്സ് ആണ്, വ്യൂസ് ആണ്. അവർക്ക് ഫോളോവേഴ്സ് വേണ്ടാന്നോ വ്യൂസ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അത് അവരുടെ കണ്ടന്റ്, അവരത് ചെയ്യുന്നു, അത് അവരുടെ മിടുക്ക്. ഞാൻ പറയുന്നത് ആളുകൾക്ക് എന്താ വേണ്ടതെന്ന് ആളുകൾക്ക് തെരഞ്ഞെടുക്കാം. പക്ഷെ ആ തെരഞ്ഞെടുക്കുന്നതിലും എന്ത് വേണം, ഒരു ലിമിറ്റ് നമ്മൾ വെക്കണം, അംഗീകരിക്കും. കാരണം എല്ലാവരും ചെയ്യുന്നത് എന്താണ്, വർക്കാണ് അല്ലെ. എല്ലാവരുടെ വർക്കിനും എന്തുണ്ട്, എഫേർട്ട് ഉണ്ട്. അത് പറഞ്ഞു ഫുഡ് ബ്ലോഗേഴ്സ് മോശമെന്നോ ഫാമിലി ബ്ലോഗേഴ്സ് മോശമെന്നല്ല. നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉള്ളതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടത് എന്താണെന്ന് പറയാനുള്ള റൈറ്റ് അവർക്കും ഉണ്ട്. അതിപ്പോ മമ്മിയും പറയുന്നു, ഞാൻ പറയുന്നു, ഒന്നുണ്ടെങ്കിൽ ഒലക്ക. ഞാൻ എന്റെ മകളെ ഈ പറയുന്ന പോലെ അങ്ങേയറ്റം സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ്. അതും എത്രയോ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം എനിക്ക് കിട്ടിയതാണ് എന്റെ മകള്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, ഇവളെ ഞാൻ തലയിലെടുത്തു. പക്ഷെ മറ്റാരേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടും സ്റ്റേൺ ആയിട്ടുമാണ് ഞാൻ അവിടെ വളർത്തുന്നത്. ഒരു അപ്പം പറയുന്ന കാര്യങ്ങളും അമ്മ പറയേണ്ട കാര്യങ്ങളും ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് എന്താണ്, അവരുടെ ഈ ഒരു 13-14 വയസ്സിന് ഏറ്റവും വലിയ ശത്രു അവരുടെ അമ്മയാണ്. പക്ഷെ ഞാനതിൽ എനിക്ക് ചിലപ്പോൾ ഭയങ്കര ഫീൽ ചെയ്യാറുണ്ട്, സങ്കടം വരും. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യല്ലേ. കാര്യം എന്താ പറയുക, അവരിത് തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം എന്റെ ഈ ഒരു രീതിയിൽ ഞാനും ഇങ്ങനെയായിരുന്നു. ഒരു പക്ഷെ ഞാനൊരു അമ്മയായപ്പോഴാണ്, എന്റെ മകനെ പ്രസവിച്ചതിന് ശേഷമാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായതിനു ശേഷമാണ് നമ്മൾ പറഞ്ഞത് ഇവർ വക വെക്കാത്തപ്പോഴാണ് നമുക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ളൂ. അപ്പൊ ഓരോന്നിനും ഓരോ സമയമുണ്ട് അല്ലെ. അപ്പൊ എന്റെയും മമ്മിയുടെ അഭിപ്രായം ഇത് തന്നെയാണ്. ഇനി അപ്പൊ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞു വന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഇടയില് ഏതൊക്കെയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ടെറർ ആന്റി. എന്താണ് അങ്ങനെ ഒരു? അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനോടും സ്ട്രിക്റ്റ് ആയിരുന്നു. ഒച്ച വെച്ചാലും ഞാനൊരു അത് ഉണ്ടായിരുന്നു. എന്ത് ടെറർ ആണെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് മമ്മി ഇങ്ങനെ ട്യൂഷൻ ഒക്കെ എടുത്ത് ഒത്തിരി കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക. അതൊക്കെ ഇവിടെ ഞാൻ ബോംബെയിൽ നിന്ന് ഇവിടെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ബോംബെയിൽ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പം എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു ഞാൻ എങ്ങനെ ഇവിടെ മാനേജ് ചെയ്യും എന്നുള്ളത്. അത്രയും തിരക്കാ. അപ്പം അതൊന്ന്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു റീസൺ, എനിക്ക് ഇങ്ങനെ വിസിറ്റിങ്ങും അല്ലെങ്കിൽ അവിടെ ഇവിടെ പോയിരുന്നത്, അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ. അങ്ങനെ ഞാൻ അപ്പൊ ഞാൻ ആലുവയിലുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു പാലസ് റോഡില്. ഞാൻ ടീച്ചറിനോട് പോയപ്പോ, ഞാൻ ടീച്ചറെ എനിക്കൊന്ന് കണക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. ടീച്ചർ എന്നെ നോക്കിയിട്ട് ഈ പ്രായത്തിൽ ഇപ്പൊ കണക്ക് പഠിക്കണം. നമ്മൾ 10th കണക്ക് പഠിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചർ ഒന്ന് നോക്ക്, നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമുക്ക് നിർത്താം, എനിക്കൊന്നും അങ്ങനെ. ഞാൻ 10ാം ക്ലാസ്സിന്റെ 2 മാസം കൊണ്ട് കണക്ക് പഠിച്ചു തീർത്തു. മൊത്തം പഠിച്ചു. എന്നിട്ട് ഞാൻ ഞങ്ങളുടെ നെയ്ബർ കുറച്ച് പെൺപിള്ളേരുണ്ടായി. ഞാൻ പറഞ്ഞ 10ാം ക്ലാസ്സിലെ ആൾക്കാർക്ക് കണക്ക് പഠിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ 3 പെൺപിള്ളേർ പറഞ്ഞു, അപ്സി, ചിക്കു, മറ്റേ കൊച്ചിന്റെ പേര്, 3 പേര് വന്നു. വന്നു തുടങ്ങിയപ്പോഴത്തേനും കണക്ക് പഠിച്ചു. ഞാനപ്പോ അവരോട് പറയുന്നുണ്ട്, ഞാനും പുതിയതാ, അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറെടുക്കെ പോയി ചോദിക്കാം. അങ്ങനെ. പക്ഷെ ഞാൻ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ 4 കോപ്പി ഉണ്ടാക്കി ഓരോ ഇയറിന്റെ 10 വർഷത്തെ 40 എണ്ണം. എന്നിട്ട് ഞാനും അവരും ഒന്നിച്ചാണ് പരീക്ഷ എഴുതി പിള്ളേർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴേ ആൻസർ അറിയാവുന്ന ഒരു സ്റ്റേജായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മോഡൽ എക്സാം കഴിഞ്ഞപ്പം കണക്കിന് എല്ലാവർക്കും 80, 88 ഉണ്ട്. ബാക്കി സബ്ജക്റ്റിന് 8, 10. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് രക്ഷയില്ല. പിന്നെ ഞാൻ 1 മാസം ഇവരെ, മുസ്ലിം കുട്ടികളായിരുന്നു, 1 മാസം ഞാൻ ഇവരെ എന്റെ വീട്ടിൽ നിർത്തി. വീട്ടിൽ നിർത്തിയിട്ട് അങ്കിളിനോട് മൂളി പോയി കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ ബെഡ്റൂമിന്റെ പുറത്തേക്കുള്ള കഥക് പൂട്ടി താക്കോൽ എൻ്റെ കയ്യിൽ. കാരണം
അവര് മുസ്ലിം, ഞാൻ നസ്രാണി. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇതെല്ലാരും തിരിയൂലേ, എല്ലാം തിരിയും. എന്നിട്ട് രാവിലെ ഇവര് വീട്ടിൽ പോവും, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വരും. ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും ഫുഡ് കൊടുത്തു വിടും. പിറ്റേ ദിവസം പാത്രമൊക്കെ ആയിട്ട് അവർ രാവിലെ പോകും. അങ്ങനെ ഒരു മാസം ബാക്കി സബ്ജക്റ്റുകൾ പഠിപ്പിച്ചാണ്. അതിലൊരാൾ ടീച്ചറായി, ഒരാൾ MSc കഴിഞ്ഞു. അത് പിന്നെ ഏറ്റവും മോശമായിരുന്ന ഹഫ്സി, അവൾക്ക് 50% കിട്ടിയുള്ളൂ. ഞാനപ്പോൾ അവളോട് പറഞ്ഞു നീ നേഴ്സിങ്ങിന് പോകാൻ പറഞ്ഞു. അവളാണ് ഇപ്പൊ ഏറ്റവും മിടുക്കി. അവിടെ കുവൈറ്റിലോ ഖത്തറിലോ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ നേരത്തെ അന്നമ്മ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്താലും 10 രൂപയെങ്കിലും ഫീസ് വെച്ചില്ലെങ്കിൽ അതിന് വിലയില്ല. അപ്പം ഇതെന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ തൊട്ട് ഫ്രീയാ. പരീക്ഷ എഴുതാനുള്ള വീട്ടിൽ ഇരുന്ന് പേപ്പർ തൊട്ട് ഫ്രീയാ. അപ്പൊ ഉമ്മാർക്ക് ഒരു അപ്പുറത്തെ വീട്ടിൽ കല്യാണം അല്ലെ പെരമാറ്റം, അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ട് ഇവര് വരാതെ ആകുമ്പോ നമുക്ക് ഇതാ. അപ്പൊ ഞാൻ പിന്നെ അതിനിടയ്ക്ക് ബേബിയോ ഏതാണ്ട് ഒരു MLA ഏതാണ്ട് മന്ത്രി വന്നിട്ട് കണക്കിന്റെ കുറെ വേണ്ടെന്ന് വെച്ചു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ പഠിച്ചാൽ മതി. പിന്നെ എന്റെ ക്യാരക്ടർ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ ഒരു പുതിയ സംരംഭം തുടങ്ങിയ ഉടനെ എന്റെ റിലേഷൻസ് പലരും ചോദിച്ചത് ഇനി അടുത്ത എന്താണെന്ന് എന്നോട് ചോദിച്ചത്. കാരണം ഒന്നും സ്റ്റഡി ആയിട്ട് അങ്ങനെ പോകുന്ന ആളല്ല. ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങി നിർത്തി. ഹെൽത്ത് ക്ലബ്ബ് മെയിൻ ആയിട്ട് ഞാനിങ്ങനെ നല്ല ഹെൽത്ത് എഴുതായിരുന്നു. ഇവിടെ പെണ്ണുങ്ങൾ ഒൺലി ഫോർ ലേഡീസ് ആയിരുന്നു. അപ്പൊ എനിക്കൊരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഇപ്പൊ വന്നില്ല അപ്സയുടെ ഒക്കെ 30 കിലോ കുറച്ചിട്ടുണ്ട്. നല്ലപോലെ പോയതാ. പക്ഷെ ഈ സെയിം തിങ് ആണ്. പിന്നെ ഞാൻ ഐ എം നോട്ട് എ ബിസിനസ് വുമൺ. അപ്പൊ അന്നമ്മ ഒരു മാസം ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ഇത്ര രൂപ ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നമ്മ ഒരു ദിവസമാണ് വന്ന് 10 ദിവസമാണ് വന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ശരിക്കും ഉള്ള ഒരു ബിസിനസ് വുമൺ കീപ്പ് ചെയ്യാം. ഇത് പന്നമ്മ വന്ന് ഞാനൊരു ദിവസമല്ലേ ഒന്നുള്ളൂ, എന്ത് ഫീസ് തരാനാന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല പന്നമ്മ പറ്റത്തില്ല തരണമെന്ന് പറയാൻ എനിക്കറിയാൻ മേല. അപ്പൊ അവരും മനസ്സിലാക്കേണ്ടത് ആന്റിയുടെ ബിസിനസ് നടന്നു പോയാലേ ഞങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ആന്റിക്ക് പ്രോപ്പറായിട്ട് ഫീസ് കൊടുത്താല് ആന്റിയുടെ സംഭവം നടന്നു പോവുള്ളൂ എന്ന് അവരും ചിന്തിച്ചില്ല. എന്നെ കൊണ്ട് അടി കൂടാനും പറ്റൂല. അപ്പൊ ഞാൻ 97 തുടങ്ങിയിട്ട് 2004 നിർത്തി. അത് അവസാനം ഫീസ് കിട്ടാതെ വന്ന ബുദ്ധിമുട്ട്. അത് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത് അധികവും ബിസിനസ്സുകാരാണ് ഫീസ് തരാൻ പഠിക്കുന്നത്. ശമ്പളം വാങ്ങിക്കുന്നവരാണ്, അവർക്ക് ശമ്പളം കിട്ടിയ ഉടനെ ആന്റി ഇതേ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട്. അത് എന്റെ ഒരു എപ്പോഴും എന്നുള്ളൊരു തീരുമാനമാണ്. നമ്മളിപ്പം ആരോട് എന്ത് സഹായമാണെങ്കിലും അല്ലെങ്കിൽ ഒരു വർക്ക് ആണെങ്കിലും ചിലപ്പോൾ അവർക്ക് കാശ് വേണ്ടായിരിക്കും, പക്ഷെ ഒരു ചെറിയൊരു പേയ്മെന്റ് നമ്മളത് കൊടുത്താലേ നമുക്കും അത് ഗുണപ്പെടുള്ളൂ, അവർക്കും അത് അല്ല. അതല്ല എന്നോട് ബിസിനസ് അല്ല. ഇപ്പൊ ഞാൻ തയ്ച്ച സാധനമില്ലേ, അതിന് ഞാനൊരു 40,000 ഒക്കെ എനിക്ക് വിലയിടാൻ പറ്റുള്ളൂ. കാരണം അത്രയും ബുദ്ധിമുട്ട് ഞാൻ തയ്ച്ച സാധനം. അതിന്റെ അതിന് തന്നെ നൂലിനും അതിന് തന്നെ ആവും 10,000 to 12,000 rupees. ഇപ്പൊ നമ്മുടെ ഇത്രയും വർക്കിന് എത്ര ദിവസം ഇരുന്ന് വർക്ക് ചെയ്യുന്നത്? നമ്മളിപ്പോ ഒരു ദിവസം 600 രൂപ വെച്ച് കൂലി എടുത്താലും എത്ര രൂപയാവും? അപ്പൊ നമ്മള് മിനിമം 40. അപ്പൊ ഇതിനോ 40,000 എന്ന് ചോദിക്കുമ്പോ എന്റെ കാറ്റ് പോയി. എന്ത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കൊടുക്കണ്ട. അപ്പൊ ഞാൻ കൊടുക്കണ്ട പറഞ്ഞപ്പോഴാണ് അതായത് മമ്മി എനിക്ക് തയ്ച്ച് 2 എണ്ണം ഒരു ഇത് ഞാനിങ്ങനെ ചുമ്മാ എന്റെ പിള്ളേർ അതെ, എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ ഒത്തിരി സെയിലൊക്കെ നടത്തുന്നവരാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുപോലെ കുറച്ചുണ്ടാക്കിയിട്ട് ഒരു ടേബിള് എനിക്ക് വേണ്ടിട്ട് അല്ല, ഒരു ടേബിളിൽ എന്റെ ഈ സാധനങ്ങൾ അല്ലാതെ ഒറ്റയടിക്ക് എനിക്ക് അത്രയും ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. ഇതിപ്പോ ഇങ്ങനെ ടേബിളിൽ ഇട്ടിട്ട് നമുക്ക്. അപ്പൊ അന്നമ്മ എന്നെ കാണാൻ വന്നപ്പോ ഇഷ്ടം പോലെ സാധനമായിട്ട് വന്നു. ഞാനിത് അതല്ല, കാരണം മോൾ ഇതിപ്പോ തന്നെ പഠിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് എടുക്കാൻ തന്നെ അവിടെ എന്തോരം സമയം എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, അപ്പൊ ഇങ്ങനെ രാത്രിയിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള എന്തൊക്കെ ഇപ്പൊ മമ്മി ഇത് ചെയ്യുന്നറിയാം, വേറെ സ്റ്റിച്ച് ചെയ്യുന്നറിയാം, വരയ്ക്കാറുണ്ട് അല്ലെ? വരയ്ക്കില്ല, ഇത് നോക്കിയതാ, നടന്നിട്ടില്ല. അപ്പൊ ഇതാണോ ഹോബിയായിട്ട് എക്സ്ട്രാ ഇങ്ങനെ തയ്യലും ഉണ്ട് അല്ലെ? ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നോ? പണ്ട് ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നു. ഈ കോസ്റ്റ്യൂം സെലക്ഷൻ ഒക്കെ എങ്ങനെയാ മമ്മിയുടെ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള മെയിൻലി ഇതാണ്. പിന്നെ ഞാൻ ഇങ്ങനെ കടയിൽ പോയി ഒരു കടയിൽ കയറി ഒരു മണിക്കൂറൊന്നും കളയാനൊന്നും എനിക്കറിയാം. ഞാൻ അതിങ്ങടുത്ത് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ അതിങ്ങടുത്ത് ഒരു അമർ സൺസ് എന്ന് പറഞ്ഞ ബോംബെയിൽ വാർഡൻ റോഡിൽ ഒരു കടയുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും പറയും ഇവിടെ വന്ന് 5 മിനിറ്റ് കൊണ്ട് സാധനം വാങ്ങിച്ചോണ്ട് പോകണമെന്ന് അറിയാവുള്ളൂ. അതിങ്ങടുത്ത് അപ്പൊ എന്റെ ബഡ്ജറ്റിലാണോ ഓക്കെ എന്നാ വേമ്പില്ലത്. അങ്ങനെയാണ്. പക്ഷെ ഏത് ഡ്രസ്സാണ് കൂടുതൽ കംഫർട്ട്? എനിക്കിതാ
ഇങ്ങനെയുള്ള പക്ഷെ ഒഫീഷ്യലി ഞാൻ സാരി ഉടുക്കും. സാരി ഉടുക്കൂലേ? സാരി ഉടുക്കാൻ ഇഷ്ടമാണോ? ഒഫീഷ്യൽ ഞാൻ വേറെ ഒന്നും ഇടില്ല, സാരിയാണ്. സാരിയാണ്. ഞാൻ പറഞ്ഞില്ലേ പണ്ട് അത് നല്ലൊരു ഫിഗറും നല്ലൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി തുടങ്ങി, പോയി തുടങ്ങി. എനിക്കറിയാലോ, നമുക്കറിയാലോ നമ്മുടെ ഇത്. പക്ഷെ അതുകൊണ്ട് ആ ഒരു എനിക്കിത് ഇഷ്ടമേ അല്ല സൽവാർ. എനിക്ക് മാച്ച് ആവൂല. ഇല്ല, എനിക്ക് മാച്ച് ആവൂല. എനിക്ക് ഇതാണ് ഇഷ്ടം. ആയതുകൊണ്ട് ഭയങ്കര കംഫർട്ടാണ്. ഭയങ്കര കംഫർട്ടാണ്. അപ്പൊ ഡ്രൈവിങ്ങും ഇതുപോലെ ഏറ്റവും എന്താ പറയാ കേരളത്തിലൊന്നും അത് വളരെ പോപ്പുലർ ആയിട്ട് ഓടിക്കാത്ത സമയത്ത് അതെ, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ദുബായിൽ ലൈസൻസ് അല്ല, ആക്ച്വലി 1976 തൊട്ട് ഞാൻ ബോംബെയിൽ ഓടിക്കുന്നുണ്ട്. അപ്പം ഇവിടെ അങ്ങനെ കാറൊക്കെ ഓടിച്ച് തന്നെ പോകുമ്പോൾ വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടോ? എനിക്ക് മോശം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഞാൻ വന്ന സമയത്ത് അതിന് മെയിൻ റീസൺ എന്റെ ഡ്രസ് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെ എന്റെ സ്പീഡ് അല്ലെങ്കിൽ എന്റെ കോൺഫിഡൻസ്, എനിക്ക് നല്ലൊരു കോൺഫിഡന്റ് ആയിരുന്നു ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇപ്പോഴും പല പെമ്പിളർ ഓടിക്കുമ്പോൾ പേടിച്ച് ഓടിക്കുന്ന പോലെയല്ല. അന്ന് 95 ഞാൻ ഓടിച്ചത് നല്ല കോൺഫിഡൻസിലായിരുന്നു. അത് ഇവിടെ ഉള്ളവർക്ക് ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടായിരുന്നു. അവരുടെ വളയ്ക്കല് നമ്മളിപ്പം ഇവിടെ നിന്ന് റൈറ്റ് ടേൺ എടുക്കണമെങ്കിൽ ഞാൻ എപ്പോഴും മുമ്പോട്ട് പോയിട്ട് ഇങ്ങനെ റൈറ്റ് എടുക്കും. നമ്മുടെ ആൾക്കാർ ഇങ്ങനെ വന്ന് ഇങ്ങനെ എടുക്കുന്നത്, ഇങ്ങനെ കയറുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് വരുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ പോയി ഇങ്ങനെ എടുക്കുള്ളൂ, എൽ ഷേപ്പിൽ ഇങ്ങനെ. ഇവരിങ്ങനെ എടുക്കും, നമ്മൾ ഇങ്ങനെ എടുക്കേണ്ടത്. പക്ഷെ അവര് ആ പെണ്ണുമ്പുഴയുടെ വളയ്ക്കല് സത്യം ഏതാ അല്ലെ കറക്റ്റ് ഏതാന്ന് അവര് ചിന്തിക്കുന്നില്ല. അത് അങ്ങനെയൊക്കെ. ഡ്രൈവിംഗ് പഠിപ്പിച്ച മീൻസ് കല്യാണം കഴിഞ്ഞിട്ടാണോ? 1970 കല്യാണം. 76 ബോംബെ ചെന്നിട്ട് അത് ശരിക്കും നമ്മള് ശരിക്കും ഇനിയിപ്പോ ഡ്രൈവിംഗ് ആണെങ്കിലും കുഴപ്പമില്ല, സ്കൂട്ടർ ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും എന്താണെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെയുള്ള ഒരു വെഹിക്കിൾ തന്നെ ഓടിക്കാൻ പഠിച്ചിരിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് മമ്മി ഞാൻ. കാരണം നമ്മളുടെ ഒരു കാര്യത്തിലെങ്കിലും നമ്മള് ഇപ്പൊ ഒരു എമർജൻസി ഇപ്പൊ എപ്പോഴാണെങ്കിൽ എല്ലാ വീടുകളിലും രണ്ടുപേരും അവരൊക്കെ ഒരു എമർജൻസി വന്നു, വണ്ടി ഒന്നും എടുക്കാൻ രാത്രിയിൽ എടുക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം. എന്റെ അഭിപ്രായത്തില് തീർച്ചയായും ഞാൻ പോയി പഠിച്ചതാട്ടോ ബൈക്ക്. ബുള്ളറ്റ് ലൈസൻസ് എടുത്തതാ സിനിമ മുത്തശ്ശികത കഴിഞ്ഞപ്പോ. ഞാൻ പ്രതീക്ഷിക്കുന്നു കാല് വിളിക്കാൻ അതില്ല. പിന്നെ ഞാൻ ഓടിച്ചില്ല, റോട്ടിൽ ഞാൻ ഓടിച്ചില്ല. ഞാൻ നോക്കിയപ്പോ എനിക്ക് ആകെ ഒരു തലേ ഉള്ളൂ, അതില്ലാതെ പെട്ടി കിടന്ന ഒരു ശേരം ഉണ്ടാവില്ല. അപ്പൊ എന്നോടായിരുന്നു ചോദിച്ചത് എന്താ ബൈക്ക് ഓടിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് ആകെ ഒരു തലേ ഉള്ളൂ. എടുത്തു. ഞാൻ ലൈസൻസ് എടുക്കാൻ പോയപ്പോ ഇൻസ്പെക്ടർ ചോദിച്ചു അവരെന്താ അതേ കയറിയിരിക്കും. അപ്പൊ ട്രെയിനർ പറഞ്ഞു ഇല്ല പുള്ളിക്കാരത്തി ബുള്ളറ്റ് ലൈസൻസ് എടുക്കാൻ കാരണം തലയൊക്കെ നനച്ചൊരുത്തി വന്ന് ബുള്ളറ്റ് ലൈസൻസ് എടുത്ത. ശരി. അപ്പൊ അത് ചോദിച്ചപ്പോഴാണ് എന്താ പറയാ ഒരുപാട് ആളുകൾ വളരെ പോസിറ്റീവായി എനർജറ്റിക് ആയിട്ട് കണ്ട ഒരു ഫോട്ടോഷൂട്ട് ആയിരുന്നു മമ്മിയുടെ. ഞാനടക്കം ഭയങ്കര എന്താ പറയാ റിബൽ എന്നുള്ള തോന്നിയത് ഇങ്ങനെ വേണം, എന്താ ഇതിന് കുഴപ്പമൊന്നും, അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള ഒരു അത് ഈ പറഞ്ഞ ഒരു ആക്സിഡന്റില്ല. ആതിര എന്ന് പറഞ്ഞ ആതിര ജോയി എന്ന് പറഞ്ഞൊരു കൊച്ച്, ഞാൻ ഒരു എന്തോ ഒരു ആഡിന്റെ പരസ്യത്തിന് പോയപ്പോ അവളായിരുന്നു അവിടെ. അപ്പൊ ഇങ്ങനെ ഞങ്ങള് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേന് എന്നോട് ചോദിച്ചു ഇവളെടുത്ത ആ കുട്ടി എടുത്ത ഒരു ഫോട്ടോ കാണിച്ചു തന്നു. ഹസ്ബൻഡും ഗർഭിണി അങ്ങനെ ഏതാണ്ട് ഒരു ഫോട്ടോ, ഇച്ചിരി സ്വല്പം എക്സ്പോസിങ് ആയിട്ടുള്ള ഫോട്ടോ എടുത്തപ്പോ ഇത് ആന്റിയുടെ അഭിപ്രായം. അപ്പൊ അവളെന്നോട് ചലഞ്ച് ചെയ്തു എനിക്കൊരു സ്വിമ്മിങ് സൂട്ടിലും. സ്വിമ്മിങ് സൂട്ടിൽ ഇത്ര വലിയ പ്രശ്നമൊന്നും ഞാൻ ഇട്ടിട്ടുള്ള സാധനമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ആന്റി നമുക്ക് ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഇവിടെ സ്വിമ്മിങ് സൂട്ടൊക്കെ ആയിട്ടാ വന്ന ദൈവമേ ഞാൻ എടുത്തില്ല. അല്ല ഞാൻ പറഞ്ഞു അത് വേണ്ട കേട്ടാ, ഇപ്പൊ സ്വിമ്മിങ് സൂട്ട് വീട്ടിൽ നിൽക്കുന്നോടത്ത് സ്വിമ്മിങ് സൂട്ട് ഒരു ഫോട്ടോ ഷൂട്ട് ഇല്ല എന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ ബാക്കിയുള്ളതിലേക്ക് പോയതാ. അപ്പൊ ഉണ്ടടാ തെറിയുടെ പൂരം. എന്റെ അമ്മോ തള്ള കൂതറ അയ്യോ എന്റെ പൊന്നോ. BBC ഇന്റർവ്യൂ ചെയ്തു, NDTV ഇന്റർവ്യൂ ചെയ്തു. മലയാളികൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഞാനിതൊന്നും ഓർത്തോണ്ടേ അല്ലെന്നേ, ചുമ്മാ ഒരു രസത്തിന് ചെയ്തു, അല്ലാതെ ചലഞ്ചെന്നോ. നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കമന്റ്സ് വരുമ്പോ ചൊറിയല് വരുമ്പോ അത് മമ്മീനെ ഡിസ്റ്റർബ്. ആദ്യം ഈ കമന്റുകളൊക്കെ വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് കഴിഞ്ഞ് കുറെ കമന്റ് വന്നു. ഞാനൊന്നും കണ്ടില്ല, മറ്റുള്ളവർ പറഞ്ഞാൽ ഞാൻ അറിയുന്ന ഇങ്ങനെയൊക്കെ കമന്റ് ഉണ്ടെന്ന്. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. കാരണം ഞാനൊരു ഫാമിലി ഓറിയന്റഡ് പേഴ്സണാണ്, നമ്മളൊരു സോഷ്യൽ ആളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അപ്പൊ എനിക്ക് എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ കുറിച്ചോ ഒക്കെ ഇങ്ങനെ ബ്ലണ്ടായിട്ട് എന്നെ അറിയാത്ത ആൾക്കാർ
എന്നെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. എന്നെ അറിയാത്ത ആൾക്കാർ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്നെ കുറിച്ചോ അല്ലെങ്കിൽ ഫാമിലിയെ കുറിച്ചോ ഇങ്ങനെ എഴുതിയപ്പം ഭയങ്കര ഷോക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഞാനിത് കണ്ടത് കുറെ നാൾ കഴിഞ്ഞ, അതുകൊണ്ട് അത്ര അപ്പത്തേനും നമ്മളൊന്ന് അല്ലാതെ ഇന്റർവ്യൂവും ഇതും എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഇതായായിരുന്നു. പക്ഷെ അതിനകത്ത് വേറൊരു രസം, ഈ ഫോട്ടോഷൂട്ടിനാണെങ്കിലും നമ്മളെ തെറി പറയുന്ന അധികം പെൺപിള്ളേരാ. ആൺപിള്ളേരെക്കാളും കൂടുതൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഇപ്പൊ ഞാൻ വളരെ മാന്യമായിട്ട് ഞാൻ വേഷം ധരിക്കാറുള്ളൂ. അസഭ്യമായിട്ട് ആ ഒരു സാധനം നമ്മൾ പറയാറില്ല, സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കാറില്ല, മോശമായിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മൾ ചെയ്യാറില്ല. ഏറ്റവും ചെറിയ കുട്ടി മുതൽ 90 വയസ്സുള്ളവർ വരെ നമ്മുടെ ചാനലിൽ ഇരുന്ന് ഒരേപോലെ കാണും. എന്നിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നത്, തെറി കേൾക്കുന്നത്, ഞാൻ ഭക്ഷണം കഴിക്കുന്ന രീതി അവർക്ക് ഇഷ്ടമാവുന്നില്ല. അതായത് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ കയ്യിലാവുന്നു, എന്റെ വിരല് വായിലേക്ക് കയറുന്നു, വേറൊരാളുടെ വിരലല്ലേ എന്റെ വിരലല്ലേ കയറ്റുന്നത്. ഞാൻ ചവയ്ക്കുമ്പോ ചെറിയ സൗണ്ട് അവർക്ക് കേൾക്കുന്നു, ഞാൻ എല്ലാ കറിയും കൂടെ ഒഴിച്ചു കഴിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ പറയുന്ന ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. ഞാനിത് ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി അവർക്ക് പെർഫെക്റ്റ് ആണ്, അതിനൊന്നും ആർക്കും കുഴപ്പമില്ല, അത് അവർക്ക് എടുക്കാം. ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ അവർക്കത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ വരുന്ന കമന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ മുതുമുത്തശ്ശീനെ വരെ മോശമാക്കിയിട്ടുള്ള കമന്റ്സ് ആണ് വരുന്ന. 95% കമന്റ്സ് ആരാണ്? അല്ല, അത് പിന്നെ ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് എനിക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ചെയ്യാൻ ഗഡ്സ് ഇല്ല, കഴിയുന്നില്ല. അപ്പൊ പിന്നെ മറ്റു വേദനിപ്പിക്കുക, അത്രേ ഉള്ളൂ. അതിൽ രസം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും കുറച്ച് പേരുണ്ട്, അവര് തന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ട് ലുലുമോളിലൊക്കെ ചിലപ്പോ ആമ്പിള്ളേർ ഇങ്ങനെ സെൽഫി, ആന്റി ഒരു സെൽഫി, ഞാൻ തെറി പറഞ്ഞ കൂട്ടത്തിൽ മോനുണ്ടായിരുന്നോന്ന് ഞാൻ ചോദിക്കും. നമുക്ക് അത് പിന്നെ നമ്മളങ്ങോട്ട് ഉൾക്കൊണ്ട് ഞാൻ പറഞ്ഞത്, അന്നമ്മ നമ്മുടെ എത്ര നല്ലത് ചെയ്താലും എന്നെ കുറിച്ച് തെറ്റ് പറയാൻ ഇഷ്ടം പോലെ ഞാൻ സന്തോഷമായിട്ട് പോവാ. ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ഓടിപ്പോയി, അല്ലെങ്കിൽ നടന്നു പോയി, അല്ലെങ്കിൽ തൊപ്പി പോയി, പലർക്കും രീതി പറയാനുണ്ടാവും. അവര് പറയട്ടെ, ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. അല്ല, അത് പോട്ടെ, വേറൊന്ന് ഞാൻ പറയട്ടെ. എന്നെ കുറിച്ച് തെറി പറയുന്ന ഉപയോഗിക്കുന്ന വാക്കുകള് എത്ര വൃത്തികെട്ട വാക്കുകളായിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഏകദേശം, ഞാൻ ഒരു ബുദ്ധിയുള്ള കഴുതയാണ് ഞാനെങ്കിൽ എനിക്ക് ഏകദേശം ഊഹിക്കാവുന്നേ ഉള്ളൂ ആ പറയുന്ന ആളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്താണ്. അപ്പൊ പിന്നെ എത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. കാര്യമില്ല. കൂറവേ തള്ള, അയ്യോ ചത്തില്ലേ പോയി. ഫിലിമിലേക്ക് ഇനി ഒരു ചാൻസ് പോകുമോ? അല്ല, അത് മുത്തശ്ശി കഥ പോലെയൊക്കെ ഒരു സീനാണ്, റോളാണെങ്കിൽ നോക്കാം. അല്ല, മെയിനായിട്ട് ഒരു ദിവസത്തേക്കൊന്നും പോയാ ഒരു റെസ്പെക്ട് ഇല്ല. അതെ, ഒരു റെസ്പെക്ട് ഇല്ല. എനിക്ക് കസേര ഉണ്ടോന്ന് പോലും ചോദിക്കാറില്ല. 75 വയസ്സായി. അപ്പൊ അങ്ങനെ ഒന്ന് പോകാനായിട്ട്, പിന്നെ അങ്കിളിന് 85 വയസ്സായി, പുള്ളിയെ തന്നെ ഇട്ടിട്ട് അങ്ങനെ പോകാനായിട്ട് ആവശ്യമില്ല. അതെ 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 അതെ. പേര് അത് തന്നെ. ഈ ഒരു ദിവസം 2 ദിവസമൊക്കെ വിളിക്കുമ്പോഴേ അവര് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും. ഈ ഷോർട്ട് ഫിലിമില് പിന്നെ ലോ ബഡ്ജറ്റ് മൂവിയാണ്, ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച്. എനിക്ക് അങ്ങനെ പോയിട്ട് കാര്യമില്ല. പൈസ അല്ലല്ലോ എല്ലാം, നമ്മള് എല്ലാം അതല്ലല്ലോ, നമുക്ക് ആവശ്യത്തിന് വേണം പൈസ. വേണ്ടിയിരിക്കേണ്ട ഞാൻ അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇപ്പൊ മോള് കേട്ടില്ലേ എന്നെ വിളിച്ചപ്പോ. തീർച്ചയായിട്ടും. അപ്പൊ തയ്ക്കുന്നത് ഇഷ്ടമാണ് അല്ലെ, പാചകം ചെയ്യുന്നത് നന്നായിട്ട് ഇഷ്ടമാണ്, ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് ഇഷ്ടമാണ്. അന്നമ്മ എന്നോട് ആവശ്യം പറയാണ്, ചേച്ചി എനിക്കൊന്നും ചെയ്ത 199% ഞാൻ ശ്രമിക്കും. എന്നിട്ടേ ഞാൻ പറയുള്ളൂ അയ്യോ എനിക്ക് മാത്രമേ. അത് അങ്ങനെ എനിക്കറിയാം എന്റെ കയ്യിൽ നല്ല നല്ല ക്വാളിറ്റീസ് പലതും ഉണ്ടെന്ന്. പക്ഷെ പുറത്ത് നോക്കുന്നവർക്ക് ഞാൻ ഭയങ്കര സാധനമായിട്ട് തോന്നാൻ അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് ഇത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ കൂടെ എനിക്ക് ചെയ്യണം, കാരണം ഐ ആം സ്റ്റിൽ യങ് എന്ന് മമ്മി വിചാരിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നു, നമ്മൾ വിട്ടു കൊടുക്കത്തില്ല.
അങ്ങനെയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇനി ചെയ്യാനുണ്ട്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ബാക്കി വെക്കാനുണ്ട് എന്ന് തീരുമാനിച്ച കുറച്ച് ബക്കറ്റ് ലിസ്റ്റിലെ കാര്യങ്ങളുണ്ടല്ലോ, അതെന്നാക്കെ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇല്ല, ഞാൻ ആവശ്യമുള്ളതൊക്കെ അപ്പൊ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും പോകണം, ദിവസം അതെ അതെ, അത്രേ ഉള്ളൂ. എനിക്ക് ഞാൻ യാത്ര ചെയ്യുന്ന അങ്കിൾ ഇഷ്ടം പോലെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 10-30 സ്ഥലത്തെങ്കിലും ഞങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ട്, യാത്ര പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അപ്പൊ നമ്മളിപ്പോ പറഞ്ഞാല് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങൾ അതിൽ സക്സസ് ആവുമോ ഫെയിൽ ആവുമോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തു. 2 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചാൽ എന്ന് പറയും. അന്യന്റെ വസ്തുക്കളെ ആഗ്രഹിക്കരുത്. അല്ല, ഇപ്പൊ എന്നോട് ഒരു അച്ഛൻ പറഞ്ഞ ആഗ്രഹിക്കാം, മോഹിക്കരുതെന്നോ. അതായത് വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തണമെന്ന് നമ്മൾ വിചാരിക്കുന്നതേ തെറ്റില്ല. അത് പക്ഷെ ഞാൻ പറഞ്ഞത് 2ന്റെ വസ്തുക്കളെ ആഗ്രഹിക്കും. 2ാമത് ഞാൻ പറഞ്ഞത് അന്യന്റെ ഭർത്താക്കന്മാരെ ആഗ്രഹിക്കരുത്. കാരണം അതാണല്ലോ ഇപ്പൊ ഈ സംഭവിക്കുന്നത്, എല്ലായിടത്തും സംഭവിക്കുന്നത്. അതെ, ഞാൻ പറയുന്നത് ഈ ആണ് പെണ്ണെന്നുള്ള ഡിഫറൻസ് തന്നെ എന്തുകൊണ്ടാണ് വരുന്നത്? ഇപ്പൊ എനിക്ക് ഈ പിള്ളേരെ ഞാൻ കാണുകയാണ്, എൻ്റെ മക്കള് അല്ലെങ്കിൽ എൻ്റെ അനിയൻ അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ, അങ്ങനെ ഞാൻ വിചാരിക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഇല്ലല്ലോ. ഇല്ല. പിന്നെ എനിക്കൊന്ന് ഏതൊരു സ്ത്രീക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ഒരു റോങ് അപ്രോച്ച് ഒരു പുരുഷൻ ചെയ്താൽ ഏതൊരു സ്ത്രീക്ക് ആ സെക്കൻഡിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്ട്രോങ് ലുക്കിൽ തീരാനുള്ള. തീർച്ചയായിട്ടും ഞാൻ എന്നോട് 100% യോജിക്കുന്നു. ഈ കൊണ്ടുപോയി വരമായി പീഡിപ്പിച്ചു ഉണ്ട്, നമുക്ക് സഹായമായിട്ടുള്ള കേസുകൾ. അതെ, കഷ്ടകാലത്തിന് അങ്ങനെ പെട്ടുപോയുണ്ട്, നിസ്സഹായരായവരുണ്ട്, ബലം പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ മാസങ്ങളോ വർഷങ്ങളോ ഒരു റിലേഷൻഷിപ്പ് സമ്മതത്തോടുകൂടി തുടർന്നിട്ട് ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്നെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് യാതൊരു മീനിങ്ങും ഇല്ല. എനിക്ക് ഒരു ശതമാനം പോലും. കാരണം നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ, നമ്മുടെ മനസ്സും ശരീരവും സ്ട്രോങ് ആണെങ്കിൽ നല്ലൊരു നോട്ടം മതി ഏത് പോലെ കൊമ്പനെയും തറയ്ക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞപ്പോ ഞാൻ കയറി ഒരു തൊട്ടു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുള്ളി എന്നെ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ലോകം ഇടിഞ്ഞു വീഴാൻ പോണില്ല. അവരത് അയ്യോ അത് പുരുഷനാണ് ഇത് സ്ത്രീയാണെന്ന് പറഞ്ഞാൽ എല്ലാം പ്രശ്നം, എല്ലാം പ്രശ്നം. കാരണം എന്റെ ചേട്ടൻ, എന്റെ അനിയൻ, എന്റെ മക്കള് എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആരുമായിട്ടും ഒരു പ്രശ്നം. മനസ്സും ശരീരവും പ്യൂർ ആയിട്ട് വെക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ വെക്കാൻ നമ്മൾ മനസ്സ് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല. അത്രേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മളങ്ങ് വിചാരിക്കുന്നതാണ് പ്രശ്നം. ഇതൊക്കെ അല്ല, അതിപ്പോ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല. ഇപ്പൊ അടുക്കളയിലാണെങ്കിൽ നമ്മളിപ്പോ ചെയ്യണത് ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് ചെയ്ത് നോക്കി. അതെ, അത്രേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റും അല്ലേ? അതുപോലെ മറ്റൊരു അഭിപ്രായം, മോള് വന്ന് ഞാൻ കണ്ടില്ല 74 വയസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റൂല. ഒന്നാമത് എനിക്ക് ആരോഗ്യമില്ല എന്നുള്ള കാര്യം. എന്നാൽ പോലും നമ്മുടെ വീട്ടിൽ ഒരാള് വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എല്ലാം ഉണ്ടാക്കും. പക്ഷെ ഞാൻ 4 ദിവസം ഞാൻ കിടപ്പിലാകും, എന്നാൽ പോലും ഞാൻ ഉണ്ടാക്കും. നമ്മളുടെ ഒരു മനസ്സും ഒരു വിൽ പവറുമാണ് നമുക്ക് വേണ്ടത്. ശരിയല്ലേ? ആരോഗ്യം വേണം, മനസ്സും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. എന്നെ കൊണ്ട് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് കൂടെ ചെയ്യണം. അതാണ് വിഷയം. എപ്പോഴും എല്ലാ കാലവും അടുക്കളയിൽ പെണ്ണുങ്ങൾ പണിയെടുത്ത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി അവരുടെ തുണി അലക്കി അവരുടെ കാര്യങ്ങൾ നോക്കി മാത്രം ഇരിക്കാനുള്ള ഒരാളാണെന്നുള്ളൊരു തോന്നല് സമൂഹത്തിനും നമ്മുടെ വീട്ടിലുള്ളവർക്കും വരുമ്പോഴാണ് എനിക്ക് വിഷയം. നമുക്കും യാത്ര ചെയ്യാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. നമുക്ക് നല്ല ഡ്രസ്സ് മേടിക്കാം. നമ്മള് വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഡ്രസ്സ്. നീ വീട്ടിലല്ലേ ഇരിക്കുന്നത്, നിനക്ക് എന്തിനാണ് നല്ല ഡ്രസ്സ്? എല്ലാവരുടെയും കീറിയും പറഞ്ഞതും പഴയതെന്ന് ഇട്ടാൽ മതി. ഒരു പരിപാടിക്ക് പോകുമ്പോ എല്ലാവരും വിരിഞ്ഞ് ചവഞ്ഞ് പോകുമ്പോ നമ്മള് കീറിയതും പറഞ്ഞു വിട്ട് പോകുമ്പോ നമ്മള് പിന്തള്ളപ്പെടുവാണ്. നിനക്ക് എന്താ ഇങ്ങനെ നടക്കുന്നത്? നമ്മുടെ ഭർത്താക്കന്മാര് നമ്മളെ നോക്കാതെ സുന്ദരികളെയും സുന്ദരന്മാരെയും വേറെ നോക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ആയി? അല്ല, എന്റെ റിലേഷനിലാണെന്ന് പറയാം. എന്നോട് ചോദിച്ചാ നീ എഴുതുന്നിരുന്നില്ല ഇങ്ങനെ ലിപ്സ്. ഞാൻ പറഞ്ഞു എന്റെ ചേച്ചി, എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ആ പൊസിഷനിൽ ഇരിക്കുന്ന മനുഷ്യനെ ഓരോ ദിവസം ഓരോ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്നെക്കാളും സുന്ദരികളായിട്ടുള്ള പെൺപിള്ളേരായിരിക്കും ഓപ്പോസിറ്റ് ഇരിക്കണേ. അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ ഇരിപ്പുണ്ടെന്നൊരു ഓർമ്മയുണ്ടെങ്കിലല്ലേ. അതാ പറയുന്നത്. ഏതൊക്കെ സിനിമയിൽ സുരാജ് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നതിനെ കാണുമ്പോ എടുത്ത് കെട്ടിലിടാന്ന് തോന്നി. വീട്ടിലിരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ആയത്? അവരെ കൈ കിട്ടുമ്പോ ഇങ്ങനെയല്ലായിരുന്നു. അപ്പൊ നമ്മളുടെ ശരീരവും മനസ്സും ആരോഗ്യവും. അല്ല, ഞാൻ പറഞ്ഞ സത്യമല്ലേ? നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അവള് ചിലപ്പോ കണ്ണ് കാണിച്ചിരിക്കും, പിന്നെ ഒരുങ്ങിന്നിരിക്കും, ചിലപ്പോ വല്ല പാർട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നിരിക്കും. അയ്യോ വേണ്ട, അതിനേക്കാളും നല്ലത് വീട്ടിൽ ഇരിപ്പുണ്ടെന്നൊരു ഓർമ്മ. ഞാൻ പറഞ്ഞു, നമ്മളുടെ മനസ്സും ശരീരവും നമ്മൾ ഒരുക്കുക തന്നെ വേണം. അതൊരു തെറ്റല്ല. വീട്ടിലിരിക്കുന്ന കൈ പിടിച്ച് കൊരണ്ട് ഇരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ മാറ്റണം. നമ്മളുടെ ആരോഗ്യം നോക്കണം. നമുക്ക് നമ്മളെ ശ്രദ്ധിക്കണം. നമ്മളെ കുറച്ചൊക്കെ നമ്മളെ സ്നേഹിക്കണം.
നമ്മളെ സ്നേഹിക്കണം. നമ്മളുടെ ഈ ബാത്റൂം മറ്റേ ഇവിടെ പോയ പെഡിക്യൂർ മാനിക്യൂർ എന്നുള്ള പരിപാടിയുണ്ട്, നല്ല വിലയാ, അതൊന്നും വേണ്ട. ഒരല്പം ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പ് കുറച്ച് ഡെറ്റോൾ ഇട്ട് ഒരു അരമണിക്കൂർ കാലും കൈ മുക്കി വെച്ച് ഉരച്ച് തേച്ച് കഴിയും, നമ്മുടെ കാലും കൈ വൃത്തിയാവില്ലേ? എത്ര സ്ത്രീകൾക്ക് കോൺഫിഡൻസോടെ അവിടെ കൈവരലും കാൽവരലും കാണിക്കാൻ പറ്റും മമ്മി? എന്തുകൊണ്ടാ? ഇവർക്ക് ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. മനസ്സിലായോ? നല്ലൊരു ഡ്രസ്സ് നന്നായി ഇട്ട് കുളിച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് വൃത്തിയായി വീട്ടിലിരിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. എന്നിട്ട് ഭർത്താവ് ക്ഷീണിച്ച് വരുമ്പോ കാണുന്ന ഈ കൂറ പിടിച്ച് നിൽക്കുന്ന നമ്മളെയാണ്. അപ്പൊ ഭർത്താവ് നമ്മളെ കെയർ ചെയ്യില്ല. ആളുടെ മനസ്സിലെന്താണ്? ഒരുങ്ങി ചമ്മി നടക്കുന്നത്. കുറ്റം പറയേണ്ടത് ഭർത്താവിനെ കുറ്റം പറയാൻ പറ്റുമോ? ഭാര്യനെ കുറ്റം പറയാൻ പറ്റുമോ? ഒരു ഭർത്താവ്, ഞാൻ ഒരാളെ ജസ്റ്റിഫൈ ചെയ്യലോ ഒരാളെയും ഒന്നിനും ന്യായീകരിക്കണം. പക്ഷെ എന്റെ ഒരു അഭിപ്രായമുണ്ട്, നമ്മളുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മളുടെ കാമുകൻ അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ, നമ്മളുടെ സുഹൃത്ത് നമ്മളിൽ നിന്നും മറ്റൊരു സോഴ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു പരിധി വരെ കൂടെയാണ്. നമ്മൾ നമ്മളെ സ്നേഹിക്കണം, നമ്മുടെ ശരീരത്തെ സ്നേഹിക്കണം, നമ്മുടെ മനസ്സിനെ സ്നേഹിക്കണം, നമ്മുടെ ഓപ്പോസിറ്റ് ആളെ നന്നായിട്ട് സ്നേഹിക്കണം. ഇവിടെ ഇരിക്കുന്ന ഒരാളെ മറന്ന് മാറ്റി വെച്ച് പോകാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അവൻ പോകരുത്. ഇനിയിപ്പോ അവളാണെങ്കിൽ അവളും പോകരുത്. അല്ലേ? ഇതല്ലേ? ഇത് എന്തോരം മുഖം വന്നാലും എനിക്ക് എന്റെ സ്റ്റാൻഡ് ഇതാണ്. ഞാൻ പറയും, എന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ തേടി അല്ലെങ്കിൽ ഞാൻ മറ്റൊരു പുരുഷനെ തേടി പോയാൽ അതിന് ഞങ്ങൾ തന്നെയാണ് റെസ്പോൺസിബിൾ. അല്ലേ? അതിനെന്താ സംശയം? അല്ലേ? ഇത് പറയുന്നത് ഒരിക്കലും ഒരു ഫെമിനിസോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഇതാണ് അത് നമ്മുടെ ഒരു ഫാമിലിയെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ. തീർച്ചയായിട്ടും ഞാൻ എന്തല്ല ഏത് ദേവേന്ദ്രനാന്ന് പറഞ്ഞാലും എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഒരു സെന്റൻസ് തെറ്റിച്ച് പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഏത് ദേവേന്ദ്രനാ. പക്ഷെ തിരിച്ച് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളുടെ ഭർത്താവിനെ നമ്മൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുകയും ചെയ്യും. അത് നമ്മൾ ചെയ്യൂലോ. വിമർശനമാണെങ്കിലും അഭിനന്ദനമാണെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. അത് വേറെ കാര്യം. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇഷ്ടങ്ങൾ കുറെയൊക്കെ നമ്മളിപ്പോ മമ്മിയാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നു, തയ്ക്കുന്നു, കൂട്ടുകാരുടെ കൂടെ പോകുന്നു, ജിം ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു. മമ്മിക്ക് മമ്മിയുടെ ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഓരോ സ്ത്രീകളും, ഓരോ അമ്മമാരും, ഓരോ പുരുഷന്മാരും, എന്താ പറയാ, ഭർത്താക്കന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. സ്ത്രീയെ പുരുഷനൊന്നുമില്ല. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക, നമുക്ക് എന്താണോ വേണ്ടത്, നമുക്ക് 24 മണിക്കൂർ എല്ലാവർക്കും ഇല്ലേ? 8 മണിക്കൂർ നമുക്ക് പണിയെടുക്കാം, 8 മണിക്കൂർ നമുക്ക് ഉറങ്ങി വിശ്രമിക്കാം, 8 മണിക്കൂർ ഉണ്ട്. എന്നാലും ബാക്കി അത് കുടുംബത്തിനും നമുക്കും വേണ്ടി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, വായിക്കാം, എഴുതാം, സിനിമ കാണാം, നമ്മളെ സൗന്ദര്യം നോക്കാം, എന്തും ചെയ്യാം, ഡാൻസ് ചെയ്യാൻ, പാട്ട്, ആ ഒരു സ്പേസ് നമുക്ക് എല്ലാവർക്കും. അല്ലെങ്കിൽ മമ്മി ഇതൊക്കെ നമുക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു സമയം എത്രയായിരിക്കും അറിയാം? 80-90 വയസ്സാവും. ഒന്നേ നമ്മൾ ചത്തുപോയിണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ബെഡ് പാനിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും നമ്മൾ ഇന്നത്തെ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കണം. ഈ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മള് നാളെ ഉണ്ടാവുന്ന ഈ പറയുന്ന മമ്മിക്കോ എനിക്കോ ഉണ്ടാവില്ല. അപ്പൊ ഓരോ നിമിഷവും ജീവിക്കുക, സന്തോഷിക്കുക, സ്നേഹിക്കുക, എല്ലാവരെയും കരുണയോടെ. ഒരാൾ വീഴുമ്പോ പെട്ടെന്ന് ഒരാൾ വീണാൽ നമുക്ക് ചിരി വരൂല്ലേ? പെട്ടെന്ന് നമ്മളിപ്പോ ഫ്രണ്ട്സ് രണ്ടുപേരും ഒരാൾ വീണാൽ ചിലപ്പോ നമ്മൾ ചിരിച്ചു, സഡൻ ആക്ഷൻ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ശരിയാ? കൈ കൊടുത്തു വിളിക്കും, പോട്ടടി, അല്ലെങ്കിൽ പോട്ടടി ആരും കണ്ടില്ല എന്ന് ആവും. ഒരാള് ഹൃദയം മുറിങ്ങി കരയുന്ന കണ്ടാൽ ചിലപ്പോ നമ്മുടെ കണ്ണ് നിറയും. സിനിമ കണ്ടാൽ ചിലപ്പോ ഞാൻ കരയും. ഞാൻ സിനിമ ഇമോഷണൽ ആയിട്ട് സിനിമ കണ്ടാൽ ഞാൻ ഇന്ന് കരയും. നല്ലൊരു പുസ്തകം വായിച്ച് ഞാൻ അതിന്റെ മുഴുകിയ ചിലപ്പോൾ ഞാൻ കഴിയും. എന്റെ കൂടെയുള്ളവരൊക്കെ കളിയാക്കും. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളുടെ മനസ്സ് അങ്ങനെയാണ് അല്ലെ? നമ്മൾ കുറച്ചും കൂടി ഇമോഷണൽ ആവണം. മമ്മി ഇടയ്ക്ക് ഒന്ന് ഉണ്ട് അല്ലേ? എല്ലാം ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഞാൻ കണ്ണറിയും. എനിക്ക് ഭയങ്കര സങ്കടം വരും. മറ്റുള്ളവർ ഒരാള് സങ്കടം വരുമ്പോ എനിക്ക് സങ്കടം വരും. അയാൾ ചിരിക്കുമ്പോൾ ഞാൻ കൂടെ ചിരിക്കും. എനിക്ക് പ്രണയം തോന്നാറുണ്ട്. എന്റെ ഭർത്താവുണ്ട്, അയാളെ എനിക്ക് ജീവനാണ്, മക്കളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ഒരു പുരുഷനോട് മാത്രമല്ല, എനിക്കൊരു നല്ല ചിത്രത്തോട് പ്രണയം തോന്നാറുണ്ട്, മഴയോട് പ്രണയം തോന്നാറുണ്ട്, കവിതയോട് പ്രണയം തോന്നാറുണ്ട്. പ്രണയം എന്നുള്ള വ്യക്തികളോടുള്ളതല്ലോ. അപ്പൊ ഓരോ നിമിഷവും സന്തോഷത്തോടെ, നമ്മുടെ മനസ്സിൽ എന്തോരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ശരീരത്തിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഒരാൾ കാണുമ്പോ ഒരു ചെറിയ പുഞ്ചിരിയോട്. ഞാൻ എപ്പോഴും പറയും, ഞാൻ അത് പറയുന്ന എന്റെ ഒരു ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോളിസിയാണ്. ഞാൻ റോഡിൽ ഞങ്ങൾക്ക് നടക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ വരുവാണെങ്കിൽ ചിലപ്പോൾ അയാൾ ഭയങ്കര ടെൻഷനിലായിരിക്കും. പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചിരിച്ചു. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അയാളുടെ വിഷമം ഞാൻ മാറ്റി നിർത്തിയെങ്കിൽ ഐ ഡിഡ് എ ഗ്രേറ്റ് തിങ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അവര് വേണമെങ്കിൽ പറയാതിരിക്കും, അതൊരു പട്ട് കേസാ. മൈ കേസ് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു. ഒരു മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എങ്കിലും അവരുടെ ബുദ്ധിമുട്ട് അല്ല വിഷമത്തെ മറക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്തു.
ഐ ആം ഹാപ്പി. അതാണ് ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ആരെ കണ്ടാലും എപ്പോഴും ഒരു ചിരിയോട് കൂടിയുള്ളൂ. വീഡിയോ ചെയ്താലും എന്ത് ചെയ്താലും ഇനിയിപ്പോ ഒരു കരച്ചിലാണെങ്കിലും കരച്ചിലപ്പുറം ഞാൻ ചിരിക്കും. അപ്പൊ എല്ലാവരും ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഞാൻ പറയും എനിക്ക് ചിരിക്കുന്ന ഇഷ്ടം. നമ്മൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ചിരി ഒത്തിരി പേരുടെ ചിരിക്ക് കാരണമാകുക. ഞാനൊരു കടയിലേക്ക് കയറി ചെന്നാലും ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞോണ്ടേ അപ്പൊ അവര് ചിരിക്കും. നമ്മൾ ഇറങ്ങി പോകുന്ന കഴിയുമ്പോ ചിലപ്പോ അവര് പറഞ്ഞിട്ടുണ്ടാവും ഓ അതൊരു ഭയങ്കര സാധനം. പക്ഷെ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് അവർക്കൊരു ചിരിക്കാനൊരു ചാൻസ് ഞാൻ കൊടുത്തില്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഒരുപാട് ചിരികൾക്കും ചിന്തകൾക്കും ഒരുപാട് തോട്ടുകൾ നിങ്ങളുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കുറച്ചു നേരം മമ്മി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളൂ. മനസ്സ് തുറന്ന് സ്നേഹിക്കുക, മനസ്സ് തുറന്ന് സഹായിക്കുക, കരുണയുണ്ടായിരിക്കുക. ഇതൊന്നും വേണ്ട. ഇതിനേക്കാൾ എല്ലാം ഇമ്പോർട്ടന്റ് ഒരാളെ കാണുമ്പോൾ അവരിലെ നല്ലത് എന്തെന്ന് കാണാം. നന്മ മാത്രം അക്സെപ്റ്റ് ചെയ്യാം. ബാക്കി വിട്ടായിക്കോട്ടെ. കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. ഞാൻ ജാൻസിന്റെ ഒരു മാനേജർ ഉണ്ടായിരുന്നു, അങ്ങയുടെ വൈഫ് കമല സത്യനാഥൻ എന്നാ പുള്ളിയുടെ പേര്. നല്ല ഭയങ്കര ഔട്ട് ഗോയിങ് ആണ്, ഭയങ്കര ഫാഷനബിൾ. ഒരു സിഗരറ്റ് ഉണ്ടാവും, വിസ്കി ഓൺ ദ റോക്സ് ആണ് എല്ലാം. പക്ഷേ നമ്മൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പം അന്നൊക്കെ ജാനിച്ച വെറും ക്രെഡിറ്റ് അനലിസ്റ്റ് വരെ എത്തിയിട്ടുള്ളൂ, മാനേജറാണ് പുള്ളി. നമ്മൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പം ദ വേ കമല നമ്മളെ ഹഗ് ചെയ്യുക, നമ്മളോടുള്ള ആ ഒരു ബാക്കി വലിയ സീനിയർ ഓഫീസേഴ്സും അവരുടെ ഭാര്യമാരൊക്കെ വന്നിരിപ്പുണ്ടാവും. പക്ഷെ നമ്മളങ്ങ് ചെല്ലുമ്പോൾ ആ റിസീവ് ചെയ്യുന്ന ഒരു സ്റ്റൈല്, ഞാൻ അത് ഒത്തിരി അതൊരു നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് അവരുടെ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഹഗ് ചെയ്യുക, അതായത് ഒരു ഹോസ്റ്റസ്, ഒരു ആതിഥേയ, ഒരു അതിഥിയെ റിസീവ് ചെയ്യുന്ന ആ ഒരിത്. ഞാൻ അവരെന്തു ആയിക്കോട്ടെ, അത് എൻ്റെ പ്രശ്നമല്ല. അവർ 2 കെട്ടിയോ 3 കെട്ടിയോ അതൊക്കെ അവരുടെ പ്രശ്നം, അതെൻ്റെ പേഴ്സണൽ ഇതല്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു അതിഥിയായിട്ട് അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെങ്ങനെ എന്നെ റിസീവ് ചെയ്തു എന്നുള്ളത് എപ്പോഴും എൻ്റെ വീട്ടിലൊരു അതിഥി വരുമ്പം ഞാൻ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമ്മളോട് എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടാവും. ആ നല്ലത് നമ്മൾ ഒപ്പിയടിക്കാൻ ശ്രമിക്കാനാണ് ഞാൻ പറയാറ്. മമ്മി എന്നും ഈ മമ്മി എന്ന് വിളിക്കാനുള്ള ഒരു സ്നേഹവും അനുഗ്രഹവും എനിക്ക് കൊണ്ടുതന്ന എല്ലാ സാധനങ്ങൾക്കും നന്ദി പറഞ്ഞ് തീരത്തില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു റിസ് ഇങ്ങനെ വരും. ഞാൻ ഒരു ചട്ടിയെ ചോദിച്ചുള്ളൂ, എന്റെ ദൈവം പെരയ്ക്കാൻ മുഴുവൻ ചട്ടി. അതങ്ങനെയല്ല, മമ്മി എന്ന് വിളിക്കാനുള്ള ഒരു സ്നേഹം അധികാരം ഒരാൾ തരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനോട് നീതി പുലർത്തണം. അപ്പൊ സത്യത്തിലെ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമാണ് ഇന്ന് എനിക്ക്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഞാൻ അനുഭവിച്ചതിന്റെ ഒരു 100% മാത്രമാണ്. കാരണം കാണുന്നതും കേൾക്കുന്നതല്ല, അനുഭവിക്കുന്നതാണ് സത്യം. ആ ഒരു ഫീൽ എന്റെ മുഖത്തുണ്ട്. എപ്പോഴും കാണുന്നതിനേക്കാൾ അല്പം ചിരി കുട്ടിയുടെ അപ്പുറം നിൽക്കുന്നുണ്ട്. കാരണം ഈ ഒരു വൈബ് ഞാൻ തുടങ്ങി വെച്ചൊരു കാര്യമുണ്ട്. ഇതൊരു മുത്തശ്ശി കഥയല്ല, ഈ നിങ്ങൾ കൊടുക്കുന്ന ഒരു ടൈറ്റിൽ അല്ല, അതിന്റെ ഈ അറിഞ്ഞതിന്റെ എത്രയോ അപ്പുറം നമ്മൾ 1 മണിക്കൂർ പോരാ എന്നുള്ളത് കൊണ്ടും. അപ്പൊ ഒരിക്കലും മറക്കാത്ത ഈ ഒരു എപ്പിസോഡ് സമ്മാനിച്ചത് എന്റെ പ്രിയപ്പെട്ട മമ്മിക്കും ഞങ്ങളെ കേട്ടിരുന്നതിന് നിങ്ങൾക്കും ഒരുപാട് നന്ദി. സ്നേഹം അടുത്ത എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ സ്വന്തം